പേഴ്സണൽ ജേർണി ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ഫോർ വാട്ടർ മാംഗ്രോവ്സ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ കാറ്റഗറീസ് വെച്ചിട്ട് നമ്മൾ ഓരോ വെജിറ്റേഷൻസിനെ ഇതാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ലൈക്ക് മിസോഫൈറ്റ്സ്, സെറോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ഇങ്ങനെയൊക്കെ. അപ്പൊ അതിൽ ഹാലോഫൈറ്റിക് വെജിറ്റേഷൻ ആണ് മാംഗ്രോവ്സ്. അതായത് സോൾട്ട് ലവിങ് ആയിട്ടുള്ള സലൈൻ എൻവിറോൺമെന്റിൽ കാണപ്പെടുന്ന വെജിറ്റേഷൻസ് ആണ് മാംഗ്രോവ്സ്. സോ കോസ്റ്റൽ ഇക്കോസിസ്റ്റംസ് ആണ്. ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ റീജിയൻസിലൊക്കെയാണ് മാംഗ്രോവ്സ് കാണുന്നത്. ബ്രാക്കിഷ് വാട്ടേഴ്സ്, എസ്റ്ററീസ്, ക്രീക്സ്, നമ്മൾ പുഴയും കടലൊക്കെ ചേരുന്ന ഒരു ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ബ്രാക്കിഷ് വാട്ടേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ മാംഗ്രൂവ് വെജിറ്റേഷൻസ് കാണുന്നത്. സോ ഇത് അക്കോർഡിംഗ് ടു 2023 ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 1,45,068 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് മാംഗ്രോവ്സ് ആണ് വേൾഡ് വൈഡ് മാംഗ്രോവിന്റെ ഒരു ഏരിയ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഏഷ്യൻ കൺട്രീസിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യയിലാണ് മാംഗ്രോവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാപ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് സ്റ്റഡിയാണ്, 2023 സ്റ്റഡി അനുസരിച്ചിട്ടുള്ള മാംഗ്രോവ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു മാപ്പാണ്. ഇന്ത്യ ഐ തിങ്ക് 10th പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത് മാംഗ്രോവിന്റെ ഏരിയയിൽ. സോ മൊത്തത്തിലൊരു 118 കൺട്രീസിൽ ഗ്ലോബലി മാംഗ്രോവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 84 സ്പീഷീസിനെ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിലും മാംഗ്രോവ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലൊക്കെ മാംഗ്രോവ്സിനെ കാണാൻ പറ്റും. FSI 2021 റിപ്പോർട്ട് പ്രകാരം 4,975 സ്ക്വയർ കിലോമീറ്റർ ഓഫ് മാംഗ്രോവ്സ് ആണ് ഇന്ത്യയിലുള്ളത്. ആൻഡ് 46 സ്പീഷീസിനെ നമ്മൾ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മാംഗ്രോവ്സ് കാണുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, സുന്ദർബൻസ്. ആൻഡ് അതുകൂടാതെ പിന്നെ ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് കാണുന്നത്. 38 സ്പീഷീസ് ഓഫ് മാംഗ്രോവ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണുള്ളത്. പിന്നെ കേരളത്തിലാണെങ്കിൽ 19 സ്പീഷീസ് നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് പിന്നെ മേജർ മാംഗ്രൂവ് എക്കോസിസ്റ്റംസ് ഉള്ളത് ഇന്ത്യയിലെ ഫസ്റ്റ് സുന്ദർബനിലാണ്. ആൻഡ് ദെൻ ഒഡീഷ, ഗുജറാത്ത്, പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. ആൻഡ് മേജർ ആയിട്ട് ലൈക് കോമൺ സ്പീഷീസ് പറയുന്നത് റൈസോഫോറ സ്പീഷീസും അവീസീനിയ സ്പീഷീസും ആണ്. റൈസോഫോറയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. റൈസോഫോറ സ്പീഷീസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള, ഞാൻ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള റൈസോഫോറ മംഗലയാണ്. റെഡ് മാംഗ്രൂവ്സ് എന്നാണ് പറയുക. റെഡ് മാംഗ്രൂവ്സ് എന്ന് ഇതിനെ പറയുന്നതിന്റെ കാരണം ഇതിന്റെ ബാർക്കിന്റെ അണ്ടർനീത്തുള്ള സ്കിന്ന് ലൈക്ക് റെഡിഷ് കളറാണ്, റെഡിഷ് അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഇതിന് റെഡ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് മാംഗ്രൂവ്സ് ഉണ്ട്, ലഗുൻകുലേറിയ റെസിമോസ. അതിന് വൈറ്റ് മാംഗ്രൂവ്സ് എന്ന് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഇതിന്റെ ലീവ്സിൽ സോൾട്ട് സെക്രേഷൻ നടക്കും. അപ്പൊ ഇതിനൊരു വൈറ്റിഷ് അപ്പിയറൻസ് കിട്ടും. അതുകൊണ്ടാണ് ഇതിന് വൈറ്റ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. പിന്നെ അവസീനിയ മെറീന ഉണ്ട്. അവസീനിയ മെറീന നമ്മൾ ബ്ലാക്ക് മാംഗ്രൂവ്സ് എന്നാണ് പറയുക. ഇതിന്റെ ട്രങ്കിന്റെ കളർ ബ്ലാക്കിഷ് അപ്പിയറൻസ് ആണ് ഇതിന്റെ ട്രങ്കിന്. അതുകൊണ്ടാണ് ഇതിന്റെ ബ്ലാക്ക് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. അവസീനിയ മെറീനന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സലൈനിറ്റി ടോളറൻസ് ഉള്ളത് അവസീനിയ മെറീനക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ശ്രബ്സ് ആയിട്ടും ട്രീസ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് അവസീനിയ മെറീനനെ കാണാൻ പറ്റും. പിന്നെ ബ്രുഗൈറ ജിംനോറൈസ ഒരു ലൈക്ക് മേജർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാംഗ്രൂവ് ആണ് ഇന്ത്യയിൽ. ആൻഡ് മാംഗ്രൂവ്സ് ട്രീസ് ആയിട്ട് മാത്രമല്ല, ശ്രബ്സ് ആയിട്ടും നൈപ്പ ഫ്രൂട്ടിക്കോസ് എന്ന് പറയുന്ന പാംസ് ആയിട്ടും, അതുപോലെ തന്നെ ഫേൺസ് ഉണ്ട്, അക്രോസ്റ്റിക്കം എന്ന് പറഞ്ഞ ഫേൺസ് ഉണ്ട്, ഗ്രാസ് ആയിട്ട്, ഇങ്ങനെ ഡിഫറെന്റ് ഫോംസിലൊക്കെ നമുക്ക് മാംഗ്രൂവ്സിനെ കാണാൻ പറ്റും. ട്രീസ് മാത്രമായിട്ടല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോഗ്രഫി. അത് ഏത് ജോഗ്രഫിയിലാണുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ ഫോംസിൽ ലൈക്ക് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു മാംഗ്രോവ്സ് സലൈൻ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലാണ് മാംഗ്രോവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സലൈൻ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള, സാധാരണ ടെമ്പറേറ്റ് പ്ലാന്റ്സിനും ട്രീസിനും ഒക്കെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആണ് സലൈൻ എൻവിറോൺമെന്റ്. അപ്പൊ അവിടെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് മാംഗ്രോവ്സിന് ഇത്രയും ഹാർഷ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് സോൾട്ട് ടോളറൻസ്. സോൾട്ട് ടോളറൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, സോൾട്ട് എക്സ്ക്ലൂഷനും അതുപോലെ തന്നെ സോൾട്ട് എക്സ്ക്രീഷനും. സോൾട്ട് എക്സ്ക്ലൂഷനിൽ വരുന്നത് നമ്മൾ അതിന്റെ ട്രീസിന്റെ റൂട്ട്സിലൊക്കെ, പ്രോപ്പ് റൂട്ട്സ്, ഇപ്പൊ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പ്രോപ്പ് റൂട്ട്സിന്റെ. അപ്പൊ ഈ റൂട്ട്സിലൊക്കെ എന്താണ് ഫിൽട്രേഷൻ മെക്കാനിസം ഉണ്ടാവും. അപ്പോൾ ഈ സോൾട്ടിനെ
ലൈക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഇപ്പോൾ വാട്ടറും ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ സോൾട്ടിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് ഈ മാംഗ്രൂവ് ട്രീസ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതാണ് സോൾട്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സോൾട്ട് എക്സ്ക്രീഷൻ ഉണ്ട്. അതിന്റെ അവീസീനിയന്റെ ലഗുൻകുലേറിയന്റെ ഒക്കെ ലീവ്സിൽ സോൾട്ട് എക്സ്ക്രീഷൻ ഗ്ലാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഓവറായിട്ട് പ്ലാന്റിൽ അക്യുമുലേറ്റ് ചെയ്തിരുന്ന സോൾട്ടിനെ ഈ ലീവ്സ് വഴി ഇവർ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പിന്നെ റൂട്ട് അഡാപ്റ്റേഷൻസ് വരുന്നുണ്ട്. റൂട്ട് അഡാപ്റ്റേഷൻസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം മാംഗ്രോവ്സിന്റെ റൂട്ട് കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൂട്ട്സ് ആണ് മാംഗ്രോവ്സിനുള്ളത്. അതിൽ പ്രോപ്പ് റൂട്ട്സ്, ന്യൂമാറ്റോഫോർസ്, നീ റൂട്ട്സ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പ് റൂട്ട്സ് കാണുന്നത് റൈസോഫോറയിലും ആണ്, ന്യൂമാറ്റോഫോർസ് കാണുന്നത് അവിസീനിയ സൊണറേഷ്യ ഇതിലൊക്കെയാണ്. നീ റൂട്ട്സ് കാണുന്നത് ബ്രുഗേറിയയിലാണ്. നമ്മൾ നേരത്തെ ഫോട്ടോ ഉണ്ടല്ലോ, അപ്പോൾ നീ റൂട്ട്സ് കാണുന്നത് ബ്രുഗേറിയയിലാണ്. അപ്പോൾ ഈ പ്രോപ്പ് റൂട്ട്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ മാംഗ്രൂവ്സിന്റെ സോയിൽ ചതുപ്പ് നിലങ്ങളിലാണല്ലോ മാംഗ്രൂവ്സ് കാണുക. അപ്പോൾ അതായത് സോഫ്റ്റ് ആയിരിക്കും, മഡി ആയിരിക്കും ആ സോയിൽ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആൻഡ് മഡി ആയിട്ടുള്ള സോയിലിൽ ഈ ഒരു പ്ലാന്റിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂട്ട് അഡാപ്റ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് മെക്കാനിക്കൽ സപ്പോർട്ടായിട്ടും സ്റ്റെബിലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രോപ്പ് റൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി, മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമല്ല, മാംഗ്രൂവ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് റൂട്ട്സ് എന്നും കൂടെ പറയും. ന്യൂമാറ്റോഫോർസ് ഒക്കെ പറയുന്നത് ബ്രീത്തിങ് റൂട്ട്സ് ആണ്. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ ഇതിനെ ഇത്രയും സലൈൻ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ ഇതിന് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ്. അതിൽ ഓസ്മോട്ടിക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് മാംഗ്രോവ്സിൽ. സ്പെസിഫിക് ആയിട്ടുള്ള പൊട്ടാസ്യം അയോൺസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, പോളിഫിനോൾസ്, അബ്സോർബിക് ആസിഡ്സ്, ഇങ്ങനെയുള്ള കുറേ കോമ്പൗണ്ട്സ് ഒക്കെ സിന്തസൈസ് ചെയ്തിട്ട് അത് പ്ലാന്റ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പുറത്തുള്ള സോൾട്ട് വാട്ടർ ആണല്ലോ പുറത്തുണ്ടാവുക. അപ്പൊ ഈ സോൾട്ട് വാട്ടറും പ്ലാന്റ് ബോഡിയും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്തിട്ട് അപ്പൊ നമുക്ക് അവിടെ ഒരു ഈ പ്ലാന്റിൽ ഒരു ഓസ്മോട്ടിക് റെഗുലൻസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസ് വരും ബിറ്റ്വീൻ ദി സോൾട്ട് വാട്ടറും പിന്നെ ഈ പ്ലാന്റും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഈ അക്യുമുലേഷനും ഈ സിന്തസിസും ഒക്കെ കാരണം ഈ മാംഗ്രോവ്സിന് ഇത്രയും ഹൈ സലൈനിറ്റിയും അതുപോലെ തന്നെ അതർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത് വരുന്നത് റീപ്രൊഡക്റ്റീവ് അഡാപ്റ്റേഷൻസ് ആണ്. റീപ്രൊഡക്റ്റീവ് അഡാപ്റ്റേഷൻസ് വരുമ്പോൾ വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് മാംഗ്രോവ്സ് കാണിക്കുന്നത്. വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ബോഡിയിൽ വെച്ചിട്ട് സീഡ് മെച്യൂർ ആവാണ് ചെയ്യുക. സീഡ് മെച്യൂർ ആയതിനു ശേഷം അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ സീഡ് പിന്നെ സോയിലോട്ട് ഫോൾ ചെയ്തിട്ട് പിന്നെ അതൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അരിഡ് റീജിയൻസിൽ ആൽപൈൻ വെജിറ്റേഷൻസ്, അക്വാട്ടിക് പ്ലാന്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ്, ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിനൊക്കെ കാണിക്കുന്നത് വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. കാരണം അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലാണ് ഇവർ വളർന്നു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ലൈക്ക് പോപ്പുലേഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണ് മാംഗ്രോവ്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് അഡാപ്റ്റേഷൻസ് ആണ്. സലൈനിറ്റി, ലൈക്ക് ഓസ്മോട്ടിക് ബാലൻസ്, വിവിപാരസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സോൾട്ട് എക്സ്ക്രീറ്റഡ് ലീവ്സ്, ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഒരു അഡാപ്റ്റേഷൻസ് ആണ് ഇത്രയും സലൈൻ ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ്, ഇക്കോസിസ്റ്റം സർവീസസ്. നമ്മൾ മാംഗ്രോവ്സിന് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുവാണെങ്കിൽ മാംഗ്രൂവ് റിസർച്ചസും മാംഗ്രൂവ് സ്റ്റഡീസും ഒക്കെ ഭയങ്കരമായിട്ട് ലൈക്ക് ഓരോ കൂടുതലായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ മാംഗ്രൂവ് റിസർച്ചസും മാംഗ്രൂവ് സ്റ്റഡീസും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് മാംഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം സർവീസസ് അത്രയും കൂടുതലായതുകൊണ്ടാണ്. സോ സർ, ഹലോ, ഹലോ സർ. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇക്കോസിസ്റ്റം സർവീസസ് മാംഗ്രോവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ജനറേഷൻ ഫോർ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്. കോസ്റ്റൽ വെജിറ്റേഷൻ ആണല്ലോ മാംഗ്രോവ്സ്. അപ്പോൾ അതായത് കോസ്റ്റൽ റീജിയൻസിലാണ് മാംഗ്രോവ്സ് കാണുന്നത്. അപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിറ്റീസിന് ഫിഷിംഗ്, അക്വാകൾച്ചർ ഇങ്ങനെ വഴി കുറേ ഇൻകം മാംഗ്രോവ് ഇക്കോസിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ മാംഗ്രോവ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആണ്
മാംഗ്രോവ്സിലെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റിനെ അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്തത് കൊണ്ട് തന്നെ അവിടെയുള്ള കമ്മ്യൂണിറ്റീസിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവരുടെ ലൈക്ക് ബോട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടും അവിടെ ഷോപ്സ് ഒക്കെ ആക്കിയിട്ടും അങ്ങനെയൊക്കെ ഈ മാംഗ്രോവ്സ് ഒരു ഇൻകം ജനറേഷൻ ഹെൽപ്പ് ചെയ്യും കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ദേ പ്രൊവൈഡ് ഡൈവേഴ്സ് ഹാബിറ്റാറ്റ് ഫോർ മെനി ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ്. ക്രാബ്സ്, ബേർഡ്സ്, ഫിഷസ്, ഇങ്ങനെയുള്ള കുറെ എക്കണോമിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസിന് മാംഗ്രോവ്സ് ഒരു ഹാബിറ്റാറ്റ് ആണ്, ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് മാംഗ്രോവ്സ് പ്രോൺസിനും അതുപോലെ തന്നെ ചില ഫിഷേഴ്സിനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഹാബിറ്റാറ്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാംഗ്രോവ്സ്. ആൻഡ് മാംഗ്രോവ്സിന്റെ വുഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ്. അതുകൊണ്ട് തന്നെ ടിമ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മാംഗ്രോ വുഡ്, ബിൽഡിങ്സിനും അതർ യൂസസിനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ ഫോർഡർ ഫോർ ആനിമൽസ്. ആൻഡ് മാംഗ്രോ ഹെൽപ്പ് ടു പ്രിസർവ് വാട്ടർ ക്വാളിറ്റി ബൈ പൊല്യൂട്ടന്റ് ഫിൽട്രേഷൻ. ഞാൻ പറഞ്ഞു മാംഗ്രോവ്സിന്റെ റൂട്ട്സിന് ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ പൊല്യൂട്ടൻസിനൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഈ ടർബിഡിറ്റി ഒക്കെ മാറ്റിയിട്ടും അത് സെഡിമെന്റ്സിനെ ഒക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാംഗ്രോവിന്റെ റൂട്ട്സ്. അപ്പൊ അങ്ങനെ വാട്ടർ ടർബിഡിറ്റി, വാട്ടർ പൊല്യൂഷൻസിനൊക്കെ ഇതാക്കുമ്പോൾ അവിടെ നമുക്ക് അവിടെ ഒരു വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ മാംഗ്രോവ്സ് സീഗ്രാസ്, കോറൽ റീഫ്സ് ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് മാംഗ്രോ എക്കോസിസ്റ്റംസ് ഉള്ളത്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്കോസിസ്റ്റത്തിനൊക്കെ എന്താണ് ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഹെൽത്തിന്, ഇതിന്റെയൊക്കെ ഗ്രോത്തിനെ മാംഗ്രോവ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്ലൂ കാർബൺ സ്റ്റോറേജ്. അത് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബഫർ അഗെയിൻസ്റ്റ് കോസ്റ്റൽ ഇറോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം സ്റ്റോംസ്. ഇത് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതൊക്കെ മാംഗ്രോവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം സർവീസസ് ആണ്. ആൻഡ് കമ്മിങ് നെക്സ്റ്റ്, വാട്ട് ഈസ് ബ്ലൂ കാർബൺ? ബ്ലൂ കാർബൺ എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റൽ ഇക്കോസിസ്റ്റംസിൽ സീക്വസ്ട്രേറ്റ് ചെയ്യുന്ന കാർബണെയാണ് ബ്ലൂ കാർബൺ എന്ന് പറയുന്നത്. അത് കോസ്റ്റൽ വെജിറ്റേഷൻസ് ആണ് ബ്ലൂ കാർബൺ സീക്വസ്ട്രേഷൻ നടക്കുന്നത്. അതായത് മാംഗ്രോവ്സ്, സീഗ്രാസ്, സോൾട്ട് മാർഷസ് ഇങ്ങനെയുള്ള കോസ്റ്റൽ ഇക്കോസിസ്റ്റംസിൽ മാംഗ്രോവ്സ് കാർബൺ സീക്വസ്ട്രേറ്റ് ചെയ്യും. ആ കാർബണെയാണ് നമ്മൾ ബ്ലൂ കാർബൺ എന്ന് റെഫർ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ടെമ്പറേറ്റ് ഫോറസ്റ്റും എല്ലാത്തിനും വെച്ച് നോക്കുമ്പോഴും കോസ്റ്റൽ ഇക്കോസിസ്റ്റത്തിന് 20 ടൈംസ് ഹയർ ആണ് കാർബൺ സീക്വസ്ട്രേഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഇങ്ങനെ സീക്വസ്ട്രേറ്റ് ചെയ്യുന്ന ഈ ബ്ലൂ കാർബൺ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ മൈറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ബൈ റെഡ്യൂസിംഗ് ദ എമൗണ്ട് ഓഫ് CO2 ഇൻ ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് മൈറ്റിഗേറ്റ് ചെയ്യാനും ഈ കോസ്റ്റൽ ബ്ലൂ കാർബൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാംഗ്രൂവ് ആൻഡ് ബ്ലൂ കാർബൺ. മാംഗ്രൂവ്സിലാണ് ബാക്കി നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും ട്രോപ്പിക്കൽ എല്ലാ ഫോറസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കോസ്റ്റൽ വെജിറ്റേഷൻസ് ആയിട്ടുള്ള സീഗ്രാസ്, സാൽമാർഷസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും മാംഗ്രൂവ്സിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ സീക്വസ്ട്രേഷൻ നടക്കുന്നത്. 5 ടൈംസ് ഗ്രേറ്റർ ആണ് മാംഗ്രൂവ്സിലെ കാർബൺ സീക്വസ്ട്രേഷന്. അപ്പോൾ മാംഗ്രൂവ്സിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ മാംഗ്രൂവ്സിൽ കാർബൺ സ്റ്റോർ ചെയ്യുന്നത് എബോവ് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ബിലോ ഗ്രൗണ്ടിലും കാർബൺ സ്റ്റോറേജ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എബോവ് ഗ്രൗണ്ടിലാവുമ്പോൾ മാംഗ്രൂവ്സ് കാർബണിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ സ്റ്റെംസിലും റൂട്ട്സിലും ലീവ്സിലും ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ ലീവ്സും റൂട്ട്സും സ്റ്റെംസും ഒക്കെ സോയിലിലോട്ട് നമ്മളത് ഡെബ്രിസ് ആയിട്ട് അത് ഫോൾ ചെയ്യുമ്പോൾ സോയിലിൽ കാർബൺ സിക്വസ്ട്രേഷൻ നടക്കും. ഹലോ സർ. ഹലോ സർ, ഇതെന്ത് കുറെ ലൈൻസ് ഒക്കെ വരുന്നു. എനിക്ക് ആരെങ്കിലും ഒറ്റ സെക്കൻഡ്. ഓക്കെ സർ. വൈറ്റ് ബോർഡ് ആരെങ്കിലും യൂസ് ചെയ്യും? ഓക്കെ. എനിക്ക് തോന്നുന്ന കണ്ടിന്യൂ. ഓക്കെ. അപ്പോൾ മാംഗ്രൂവ്സിൽ കാർബൺ സ്റ്റോറേജ് ബാക്കിയുള്ള വെജിറ്റേഷൻസ് ഒക്കെ വെച്ച് കൂടുമ്പോൾ മാംഗ്രൂവ്സിന് എബോവ് ഗ്രൗണ്ട് ആയിട്ടും ബിലോ ഗ്രൗണ്ട് ഒക്കെ ആയിട്ടും മാംഗ്രൂവ്സിൽ കാർബൺ സിക്വസ്ട്രേഷൻ നടക്കും. ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് മാംഗ്രൂവിലെ കാർബൺ സിക്വസ്ട്രേഷൻ. ആൻഡ് ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. ടെറസ്ട്രിയൽ ഫോറസ്റ്റിൽ എബോവ് ഗ്രൗണ്ട് ആയിട്ട് മാത്രമാണ് കാർബൺ സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് മാംഗ്രൂവ്സിലോട്ട് വരുമ്പോൾ എബോവ് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ബിലോ ഗ്രൗണ്ടിലും കാർബൺ സിക്വസ്ട്രേഷൻ നടക്കുന്നുണ്ട്.
സോ കാർബൺ ഡൈനാമിക്സ് ഇൻ മാംഗ്രോവ്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ സീക്വസ്ട്രേഷൻ ആണ്. ഫോട്ടോസിന്തസിസ് വഴി അറ്റ്മോസ്ഫിയറിക് കാർബണ് മാംഗ്രോവ് സീക്വസ്ട്രേറ്റ് ചെയ്യും. അത് എന്നിട്ട് അതിന്റെ സ്റ്റെംസിലും ലീവ്സിലും ബ്രാഞ്ചസിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അത് സ്റ്റോർ ചെയ്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്നത് സ്റ്റോർ ചെയ്തിട്ട് ഈ ഡബ്രിസ് എല്ലാം ഫോൾ ചെയ്യുമല്ലോ ഗ്രൗണ്ടിലോട്ട്. അപ്പൊ ഇങ്ങനെ ഫോൾ ചെയ്യുമ്പോൾ അത് പിന്നെ സോയിലിൽ വെച്ചിട്ട് ഡീകമ്പോസിഷൻ നടന്നിട്ട് സോയിലിലോട്ട് പോകും ഈ കാർബൺ. അത് കുറെ വർഷങ്ങൾ ഈ സോയിലിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ കാർബണിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി മാംഗ്രോവ്സിനുണ്ട്. പിന്നെ ഇത് മാംഗ്രോവിൽ ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ ഇവന്റ്സ് വഴിയൊക്കെ മാംഗ്രോവ് ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഡിഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുമ്പോൾ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബൺസ് ബാക്ക് ടു അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് മാംഗ്രോവ് ഡൈനാമിക്സ്. ആൻഡ് ഈ മാംഗ്രോവ്സിന്റെ നമുക്ക് കാർബണിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വർക്ക് ചെയ്യുന്ന റിസർച്ചസിലൊക്കെ നമ്മൾ കൂടുതൽ മാംഗ്രോവ് കാർബൺ എസ്റ്റിമേഷൻ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എസ്റ്റിമേഷൻ നടക്കുന്നത് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സ്പീഷീസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അലോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. അത് വേൾഡ് വൈഡ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇത് മാറും. സ്പീഷീസിന്റെ ഇക്വേഷൻസ് മാറും. ബട്ട് എല്ലാ സ്പീഷീസിനും അലോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ അലോമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബൺ എത്രയാണ് ഒരു മാംഗ്രോവ് ഫോറസ്റ്റിൽ എത്ര കാർബൺ ആണുള്ളത്, എത്ര കാർബൺ സിക്വസ്ട്രേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അലോമെട്രിക് ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ട്. ഇത് എങ്ങനെയാ മെഷർ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതിന് ഓരോ സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉണ്ട്. സോ ഇത് ഇതിന്റെ കുറച്ച് ഫീൽഡ് ഫോട്ടോസ് ആണ്. നമ്മൾ കാർബൺ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കും. ഫസ്റ്റ് എബോഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, എബോഗ്രൗണ്ട് കാർബൺ ഉണ്ട്, ബിലോ ഗ്രൗണ്ട് കാർബൺ ഉണ്ട്. ബിലോ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സോയിലിൽ സ്റ്റോർ ചെയ്യുന്ന കാർബൺ. എബോഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ എബോഗ്രൗണ്ട് റൂട്ട്സ്, അതുപോലെ തന്നെ ട്രീയിൽ മൊത്തമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാർബൺ. അപ്പോൾ ഇതിനുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എബോഗ്രൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിർത്ത് ടു ബ്രെസ്റ്റ് ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, ട്രീന്റെ ഒരു ഗിർത്ത് GBH കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ടേബ്സ് ഒക്കെ വെച്ചിട്ട് ട്രീന്റെ GBH കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫോളൻ ആയിട്ടുള്ള ഡെഡ് വുഡ് കാർബൺ ഉണ്ടാവും. ഡെഡ് ആയിട്ടുള്ള ട്രീസ്, അതിന്റെ ഡെബ്രിസിന്റെ ഇതിന്റെയൊക്കെ നമ്മൾ മെഷർമെന്റ്സ് എടുക്കും. പിന്നെ മാംഗ്രോവ് സോയിലിൽ നമ്മൾ എടുത്തിട്ട് അത് ലബോറട്ടറി അനാലിസിസ് ആണ് നടക്കുക. മാംഗ്രോവ് സോയിൽ നമ്മൾ കോർ വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് ലബോറട്ടറി വെച്ചിട്ട് വഴി നമ്മൾ അതിന്റെ കാർബൺ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള ഈ പാരാമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, പിന്നെ അലോമെട്രിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാംഗ്രോവിന്റെ കാർബൺ എത്ര കാർബൺ ആണ് ഒരു മാംഗ്രോവ് ഫോറസ്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മാംഗ്രോവ് റോൾ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മൈറ്റിഗേഷൻ. അപ്പോൾ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീസെന്റ് ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഈ ലൈക്ക് ഫ്ലഡ്സ്, ഇങ്ങനെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഫ്ലഡ്സ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, സീസണൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ മൈറ്റിഗേറ്റ് ചെയ്യാൻ മാംഗ്രോവ്സ് ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ഓരോ ഇമ്പാക്ട്സിനെ മൈറ്റിഗേറ്റ് ചെയ്യാൻ മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യും. മാംഗ്രോവ്സിന് നമ്മളൊരു നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഇതിൽ നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ ആയിട്ടാണ് മാംഗ്രോവ്സ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കാർബൺ സിക്വസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ്. അറ്റ്മോസ്ഫിയറിലുള്ള ഒരുപാട് കാർബൺ ഡയോക്സൈഡിനൊക്കെ ഇതിന്റെ മാംഗ്രോവ്സിന് ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ പ്ലാന്റിലും സോയിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറെ കാലങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കോസ്റ്റൽ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യും. ഷോർ ലൈൻ സ്റ്റെബിലൈസേഷനും ഇറോഷൻ കൺട്രോളിനൊക്കെ ഇത് നമ്മുടെ മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യും. എന്താന്ന് വെച്ചാൽ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഉള്ള റൂട്ട്, അതുപോലെ തന്നെ അതിന്റെ കനോപ്പി, ഫോട്ടോ കണ്ട മനസ്സിലാണ്ട് റൂട്ട്സ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ആങ്കർ ചെയ്തിട്ടുള്ളത് അതിന്റെ സോയിൽ. അപ്പോൾ സോയിൽ ഇറോഷന് പ്രിവെന്റ് ചെയ്യാനും മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഷോർ ലൈൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആൻഡ് അടുത്തത് ഫ്ലഡ് റിഡക്ഷനും സ്റ്റോം സർച്ച് ബഫറിനും ഒക്കെ ആയിട്ട് മാംഗ്രോവ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പിക്ചറിൽ റെപ്രസെന്റേഷൻ കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന്. ലൈക്ക് മാംഗ്രോവ്സ് ഉണ്ടാവുമ്പോൾ ഒരു പരിധി വരെ ഈ ഫ്ലഡ്സിനെയും അതുപോലെ തന്നെ സ്ട്രോംസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ മാംഗ്രോവ്സിന്റെ റൂട്ട്സിനും അതിന്റെ കനോപ്പിക്കും പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ മാംഗ്രോവ്സ് ഇല്ലെങ്കിൽ അത് ഡയറക്ട്ലി ആ ഫ്ലഡിൽ വരുന്ന വാട്ടറും അതുപോലെ തന്നെ സ്ട്രോംസിന്റെ ഇതിൽ വരുന്ന ആ ഹൈ വേവ്സും ഒക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിനെ, കോസ്റ്റൽ സ്ട്രക്ചേഴ്സിനൊക്കെ അഫക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സിനെയൊക്കെ മൈറ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ്
ബാക്കിയുള്ള എല്ലാ ഫോറസ്റ്റ് എല്ലാ വെജിറ്റേഷനെയും പോലെ തന്നെ ഒരുപാട് ത്രെഡ്സ് മാംഗ്രോവ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡിഫോറസ്റ്റേഷൻ തന്നെയാണ്. ഡിഫോറസ്റ്റേഷൻ അക്വാകൾച്ചറിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അർബനൈസേഷന് വേണ്ടിയിട്ടൊക്കെ മാംഗ്രോവ്സിനെ ഒരുപാട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, നശിപ്പിച്ച് കളയുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ അങ്ങനെ മാംഗ്രോവ്സിൻ്റെ ഒരു മേജർ ത്രെട്ട് തന്നെയാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ റെസ്റ്റോറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തു മാംഗ്രോവ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ഇക്കോസിസ്റ്റം സർവീസസ് മാംഗ്രോവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാംഗ്രോവ്സിൻ്റെ റെസ്റ്റോറേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്ട്സിനൊക്കെ മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ നമ്മൾ കാർബണൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാംഗ്രോവ് റെസ്റ്റോറേഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു പ്രാക്ടീസാണ്. അപ്പോൾ റെസ്റ്റോറേഷൻ മെത്തേഡ്സിൽ റീപ്ലാന്റേഷൻ ആൻഡ് റീഹബിലേഷൻ ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈറ്റ് സെലക്ഷൻ ആണ്. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യണം. അത് സോയിൽ ടൈപ്പും സലൈനിറ്റിയും ഒക്കെ നോക്കിയിട്ട് വേണം ആ സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലാന്റിംഗ് ടെക്നിക്സ് ഉണ്ട്. പ്ലാന്റിംഗ് ടെക്നിക്സിൽ നമ്മൾ മെയിൻ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നഴ്സറി ഗ്രൗണ്ട് സീഡ്ലിങ്സും ഡയറക്റ്റ് സീഡ്ലിംഗ്, ഇങ്ങനെ നഴ്സറിയിൽ ഗ്രോ ചെയ്യും മാംഗ്രോസ് സീഡ്ലിങ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോയിൽ കണ്ടീഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് സീഡ്ലിംഗ് ഉണ്ട്. നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു സ്യൂട്ടബിൾ സോയിൽ കണ്ടീഷൻ ഫേവർ ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് സീഡിനെ പ്ലാന്റ് ചെയ്താൽ അത് ഗ്രോ ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും മെയിൻ്റെനൻസും ഒക്കെ ആവശ്യമാണ് ഇത് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഒരു മേജർ സ്റ്റെപ്പാണ് ഈ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട്. ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഇപ്പോൾ നമ്മൾ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് പോലെ തന്നെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന് ഇതിന്റെ ലൈക്ക് അതർ നോളജ് ഉണ്ടാവും. ഈ റെസ്റ്റോറേഷനിൽ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇതിന്റെ ഇത് കൂട്ടാൻ പറ്റും, ഇതിന്റെ ഗ്രോത്തും എല്ലാം കൂട്ടാൻ പറ്റും എന്നുള്ളതൊക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ അതിന്റെ നോളജസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ട് അവരും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് റെസ്റ്റോറേഷൻ നടക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അത് സക്സസ്ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യും. സക്സസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സുന്ദരി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഇത് നടന്നിട്ടുള്ളത്, സുന്ദർബൻസിൽ. സുന്ദരി എന്ന് പറയുന്നത് ഒരു മാംഗ്രോ ആണ്. ഹെറിറ്റേറിയ ലിറ്റോറസിസ് പറയുന്ന ഒരു മാംഗ്രോ ആണ് സുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെസ്റ്റ് ബംഗാളിൽ ലോക്കൽ കമ്മ്യൂണിറ്റീനെ കൂടെ എൻഗേജ് ചെയ്തിട്ട് അബൌട്ട് 4000 ഹെക്ടേഴ്സ് ഓഫ് മാംഗ്രോവ്സിനെയാണ് അവർ റിസ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൽ 983 ടൺസ് ഓഫ് കാർബൺ അവർ ലൈക്ക് സീക്വസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെക്ടറിൽ അത്രയും കാർബണിനെ സീക്വസ്ട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 19 സ്പീഷീസിനെയാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മൾ റെസ്റ്റോറേഷൻ വഴി മാംഗ്രോവ്സിന് മാത്രമല്ല നമ്മൾ അവിടെ റിസ്റ്റോർ ചെയ്യുന്നത്, മാംഗ്രോവ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഫ്ലോറ ആൻഡ് ഫോണാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹാബിറ്റാറ്റ് റെസ്റ്റോറേഷൻ കൂടെയാണ് നമ്മളൊരു മാംഗ്രോവ് ഫോറസ്റ്റ് റിസ്റ്റോർ ചെയ്യുന്ന വഴിയിട്ട് നടത്തുന്നത്. അത് മാത്രമല്ല ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനും അത് ഭയങ്കര ഒരു ലൈക്ക് ഒരു ബെനിഫിറ്റ് ആണ്. നമ്മൾ ഈ മാംഗ്രോവ് റെസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് അവർക്ക് കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. And so that's all about the mangrove things. So coming to my personal journey, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് കോസ്റ്റൽ മാനേജ്മെന്റ് NCSM-ലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അവിടെ ഞാൻ വർക്ക് ചെയ്തത് മാംഗ്രോ എസ്റ്റിമേഷൻ, കാർബൺ എസ്റ്റിമേഷനിലാണ്. കാർബൺ എസ്റ്റിമേഷനാണ് ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് അതെൻ്റെ ഒരു മാസ്റ്റർ ഡെസർട്ടേഷൻ ആയിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. അവിടെ എൻ്റെ ഒരു മാസ്റ്റർ ഡെസർട്ടേഷൻ ആയിരുന്നു ആ വർക്ക്. ഒരു ഇന്റേൺഷിപ്പ് പോലെയാണ് ഞാനത് ചെയ്തത്. ആൻഡ് അതിനുശേഷം അത് എന്നൂർ തമിഴ്നാടായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ ഓംക ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഡ്യൂഗോങ് കൺസർവേഷൻ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് പാർക്ക് ബേയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബേസ് ലൈൻ സ്റ്റഡി ആയിട്ട് മാംഗ്രൂവ് സർവേയും സീ ലൈൻ സർവേയും മറൈൻ ഫോണ സർവേ ഇതൊക്കെയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതൊരു കരിയറിൽ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിരുന്നു ഇത്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തത്. അവിടെ വർക്ക് ചെയ്തത് ഇൻഫ്ലുവൻസ് ഓഫ് ടെക്ടോണിക് ഷിഫ്റ്റ് ഓൺ ദി കാർബൺ സ്റ്റോക്ക് ഡൈനാമിക്സ് ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ ആൻഡമാൻ ഐലൻഡ്സിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഞാൻ മാംഗ്രൂവ്സ് എത്രത്തോളം കാർബൺ കാർബൺ എസ്റ്റിമേഷൻ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള കാർബൺ എസ്റ്റിമേഷനും അതുപോലെ തന്നെ പിന്നെ മാംഗ്രൂവ് എങ്ങനെയാണ് സീ ലെവൽ റൈസിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സിനൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് മാംഗ്രോവ്സ്, ഇതൊക്കെയാണ് അവിടെ നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ നടത്തിയിട്ടുള്ള സ്റ്റഡി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തിങ്
today's session. Thank you. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആ ഇനിയിപ്പോ ഓക്കെ ചോദ്യങ്ങൾ സർ. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ചാറ്റ് ബോക്സിലും ടൈപ്പ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഡിഗ്രി ഏതിലും എടുത്ത ബോട്ടണി. ഏത് ബോട്ടണിയിലായിരുന്നു കോളേജിലായിരുന്നു? ചെയ്തത്. MES കല്ലടി കോളേജ്, പാലക്കാട്. ഓക്കെ. മാം, ഈ കേരളത്തിൽ എവിടെയൊക്കെയാണ് മാംഗ്രോ ഫോറസ്റ്റുകൾ ഉള്ളത്? കേരളത്തില് നമ്മുടെ കോസ്റ്റ് എവിടെയൊക്കെ കടലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മാംഗ്രോവ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, കണ്ണൂര്, കോഴിക്കോട്, ഇങ്ങനെ സോറി സ്റ്റേറ്റ്സ് അല്ല ഡിസ്ട്രിക്ട്സ്. ഓക്കെ, കണ്ണൂർ, കോഴിക്കോട് ഇവിടെയൊക്കെ നമുക്ക് മാംഗ്രോവ്സ് കാണാൻ പറ്റും. പിന്നെ എറണാകുളത്തുണ്ട്, മനോജ് സാറിൻ്റെ അവിടെ എറണാകുളത്തുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ആലപ്പുഴ ഉണ്ടോ ഐ ഡോണ്ട് നോ. Hello, Sham. This is Shamini. It's so nice to listen to you again. Thank you. Could you just listen to me? Like, how can I proceed? Yes. How could we raise awareness among the people who are not very directly connected to the mangroves, like the ones you mentioned, no? Like in Kerala, so many places there are mangroves and all. But the people who are getting affected by when the tsunamis or something like that, like some natural disaster comes, and they'll get affected by that badly, but they don't know anything about that. Like, what kind of work that you guys could do as a scientific community, or maybe involving with the local grassroots level workers like Okay. Manoj IB and all. Could you please Okay. elaborate on that? Yeah, of course. So, Malayalam is also like works. Okay, fine. ഓക്കെ, ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിലായിരുന്നു ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ കുറെ കുഞ്ഞു സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെ കണ്ടു, അപ്പൊ അത് അവർക്ക് Yeah, മനസ്സിലാവില്ലെന്ന് yeah, yeah. വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്, ലൈക്ക് Yeah, മലയാളത്തിൽ yeah. That's കണ്ടിന്യൂ why ചെയ്തത്. സോ ദാറ്റ്സ് വൈ understood. അതാണ്. ഓക്കെ, ഞാൻ Yeah. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഈ ടെക്നിക്കൽ ടേംസും അതൊന്നും അവർക്കത് മനസ്സിലാവില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാനത് കുറച്ചുകൂടെ ബ്രീഫ് ആക്കിയിട്ട് ഫിനിഷ് ചെയ്തത് ഈ ഒരു സെഷന്. Uh-huh. സോ ഇങ്ങനെ ഞാൻ ആൻഡമാൻ നിക്കോബാറിലാണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്, കൂടുതൽ റിസർച്ച് വർക്ക്സ് ചെയ്തിട്ടുള്ളത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ആസ് എ റിസർച്ചർ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ, ഫോറസ്റ്റ് ഓഫീസേഴ്സിൽ അവർ വഴി അവരുടെ ഒരു ഹെൽപ്പ് വഴി ലോക്കൽ കമ്മ്യൂണിറ്റീസിന് നമ്മൾ വർക്ക്ഷോപ്പും അവയർനെസ് ക്ലാസ്സസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ലൈക്ക് ഓൾറെഡി ആൻഡമാൻ നിക്കോബാർ അത്ര ഡിസ്റ്റർബ്ഡ് അല്ല അവിടുത്തെ മാംഗ്രോവ്സ് ഒന്നും, പക്ഷെ സ്റ്റിൽ നമ്മൾ അവിടെ അവയർനെസ് ക്ലാസ്സസും വർക്ക്ഷോപ്സും കൊടുക്കും. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ റെസ്റ്റോറേഷൻ ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇവരുടെയും കൂടെ സപ്പോർട്ട് വഴിയാണ് അവിടെ റെസ്റ്റോറേഷനും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ പബ്ലിക്കേഷൻ റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്, ബട്ട് അത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്സസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള കോമൺ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ, അവിടെയുള്ള സാധാരണക്കാർ വായിക്കുന്ന ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ ഇതിലൊക്കെ നമ്മൾ ഒരു റൈറ്റപ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, thank you. യാ, വെൽക്കം. മാം, യെസ്. അപ്പൊ ഈ എൻവയോൺമെന്റൽ ലോസ് ഒക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എത്രത്തോളം റോൾ ഉണ്ട് അതിന്? സോ എൻവയോൺമെന്റ് നമ്മൾ
ഞാനിപ്പോ ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടികളുള്ളതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്യാറുന്നത്. ഞാൻ ബ്രീഫ് ആക്കിയത് അതുകൊണ്ടാണ്. സോ കുഴപ്പമില്ല. എൻവയോൺമെന്റൽ ലോസിൽ ഓക്കെ, അപ്പൊ ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് അറിയാം, ഭയങ്കര ഇപ്പോൾ റീസെന്റ് ടൈമിൽ ഭയങ്കര ഒരു ഡിസ്കഷൻ ആണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് അത്. ഒരുപാട് കൺട്രീസ് ഒരുമിച്ച് വന്നിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ് പാരീസ് എഗ്രിമെന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ നാഷണൽ ക്ലൈമറ്റ് ആക്ട്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് MOFCCന്റെ അണ്ടറിലൊക്കെ ആയിട്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത പ്രോജക്റ്റും അതിന്റെ ഒരു പാർട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മാംഗ്രൂവ്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ ആയാലും കാർബൺ സിക്വസ്ട്രേഷനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മാംഗ്രൂവ്സിന് ഒരു നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പാരീസ് എഗ്രിമെന്റിലും കാണുന്നത്. അത്രയും ഒരുപാട് കൺട്രീസ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെയൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ച് റെഗുലേഷൻസിലൊക്കെ മാംഗ്രൂവ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടും. ഇപ്പൊ UAE-ലാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും 60,000 ഹെക്ടേഴ്സ് ഓഫ് മാംഗ്രൂവ്സിനെയാണ് നമ്മൾ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിലും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് കുറെ പ്രോജക്ട്സും റിസർച്ചസും എല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. Madam, can you please tell once restoration is done, after how many years carbon sequestration studies can be conducted? അപ്പോൾ റെസ്റ്റോറേഷൻ നടന്നതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ സാപ്ലിങ്സ്, സീഡ്ലിങ്സ്, ട്രീസ്, ഇതൊക്കെ അതിന്റെ ഒരു ഗ്രോത്ത് ഫോംസ് ആണ്. അപ്പൊ സാപ്ലിങ്സിലും സീഡ്ലിങ്സിലും മാംഗ്രോ കാർബൺ എസ്റ്റിമേഷൻ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ വൺസ് അതൊരു മെച്യൂർ ട്രീ ആയതിനു ശേഷമാണ് നമ്മൾ കാർബൺ എസ്റ്റിമേഷൻ സ്റ്റഡീസ് കൂടുതലായിട്ട് നടക്കുന്നത്. And അടുത്ത question, once restoration is okay. Will it help if hundreds and thousands of seeds are randomly dispersed in an originally mangrove area, but it is degraded now? It may sound like a layman question because I'm layman. Will it help or harm if hundreds and thousands of seeds are randomly dispersed originally mangrove, but is it degraded now? സോ അങ്ങനെ ഡിഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ നടത്തിയാൽ അത് അവിടെ എന്തായാലും ഗ്രോ ചെയ്യില്ല. ഫസ്റ്റ് അതിൻ്റെ ഈ സീഡ്ലിങ്സ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോയിൽ കണ്ടീഷൻ, ടൈഡൽ ഫ്ലോ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സീഡ്സിന് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി, സീഡ്സിന് അവിടെ ഗ്രോത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഡിഗ്രേഡഡ് ലാൻഡിൽ നമ്മൾ തൗസൻഡ്സ് ഓഫ് സീഡ്സിനെ കൊണ്ടിട്ടാൽ അതെന്തായാലും വളരില്ല. അജയ് സർവാഗ്നാണ് ചോദിച്ചത്. So Bharat, planted saplings are 2 months. So practically after 1 or 2 years, carbon sequestration studies can be conducted. Planted saplings are 2 months. Okay, planted saplings are 2 months. So practically after 1 or 2 years, carbon sequestration studies are conducted. Yeah, of course. Shama, Yes. hello, Shama, this is Bharat. What I was Okay. basically asking is like for example, if you have conducted the restoration this year and our Yeah. restoration is completed in November. So after Okay. how many days we can do this carbon sequestration studies, like 1 year or after 2 years? It will take minimum 6 months to grow them. Once they survive Yeah, 6 yeah. months, they can survive, right? After Mm-hmm. restoration. So after how Yes. many years a proper carbon sequestration studies can be conducted? Like after 5 years, or it needs more than a decade? It doesn't need more than a decade. Once നമുക്ക് മാംഗ്രൂവ് പ്ലാന്റ്സ് ഒക്കെ മെച്യൂർ ആയി, അല്ലെങ്കിൽ ഒരു ട്രീസ് ഫോമിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാർബൺ സിക്വസ്ട്രേഷൻ സ്റ്റഡീസ് നടത്താൻ പറ്റും. ഈവൻ സാപ്ലിങ്സിലും സീഡ്ലിങ്സിലും സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ബട്ട് അത് അങ്ങനെ റിസർച്ച് പബ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇന്ത്യയിൽ അത് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ബട്ട് സാപ്ലിങ്സിലും സീഡ്ലിങ്സിലും ഒക്കെ സ്റ്റഡീസ് നടത്തുന്നുണ്ട്, എത്ര കാർബൺ സിക്വസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. മാം ഹലോ. ഹലോ യെസ് മാം യെസ്. മാം പൊതുവേ നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഭീഷണികൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരുമോ? പൊതുവെ നേരിടുന്നത് ഡിഫോറസ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. ഡിഫോറസ്റ്റേഷൻ നടക്കുന്നത് മാംഗ്രൂവിന്റെ അടുത്ത് ഒരുപാട് അക്വാകൾച്ചർ ഫാംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രോൺസ് ഒക്കെ കേട്ടിട്ടില്ലേ? പ്രോൺസ്, അതുപോലെ തന്നെ ഫിഷേഴ്സിനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അക്വാകൾച്ചർ പോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ
ഇങ്ങനെ ഈ പോൺസ് വരുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള മാംഗ്രോവ്സിനൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ അക്വാകൾച്ചർ പ്രാക്ടീസസ് നടക്കുന്നത്. അപ്പൊ അതൊരു മേജർ ത്രെട്ടാണ്. കേരളത്തിൽ വരുമ്പോൾ ഒരു മേജർ ത്രെട്ട് ഈ അക്വാകൾച്ചർ ഫാംസ് ആണ്. പിന്നെ ടൂറിസം ഒരു മേജർ ത്രെറ്റ് ആണ്. അതുപോലെ തന്നെ അർബനൈസേഷൻ, മാംഗ്രോവ്സ് എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അവിടെ അർബനൈസേഷൻസ് വരുന്ന ബിൽഡിങ്സും ഇതൊക്കെ വരുന്നതൊക്കെ മേജർ ത്രെറ്റ്സ് ആണ്. താങ്ക് യു മാം. ഓക്കെ. ഈ മാംഗ്രോവ്സ് കേരളത്തിലല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതർ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാ കടലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും മാംഗ്രോവ്സ് ഉണ്ട്. തമിഴ്നാട്, കേരള, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ഐലൻഡ് ഗ്രൂപ്പ്സിലും മാംഗ്രോവ്സ് ഉണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ, ഇവിടെയൊക്കെ മാംഗ്രോവ്സ് കാണാൻ പറ്റും. ഓക്കെ മാം. പിന്നെ മാം ഈ മാംഗ്രോവ്സ് നമ്മുടെ കേരളത്തിൽ എത്ര വിധത്തിലുള്ള മാംഗ്രോവ്സ് ഉണ്ട്? കേരളത്തിൽ മൊത്തം 19 സ്പീഷീസ് ഓഫ് മാംഗ്രോവ്സ് ആണ് കേരളത്തിൽ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഹലോ. Kshama, I'm sorry, this is Bharat again, but I haven't gotten a clear Okay. answer. I mean, after 1 year or 5 years, is there any specific thing that we should conduct? We should study the carbon sequestration once they reach 3 years, something like that. My question is stuck over there. Just let me give you Can you an repeat the example. question? What I was asking is when exactly we should do the carbon sequestration once we planted the mangroves. Simple. Okay, so I have discussed about how we estimate the mangrove carbon, right? Yeah, yes, I think you listened. yes. So Yeah, for yeah, that, yeah. for estimating the mangrove carbon, we need some certain parameters. It is first Yes. thing is GBH. GBH can be calculated only like when it is in a mature condition. The tree is in a mature condition. There is certain It is number, the right? girt, It should yeah, be girt. It comes when 13 centimeter girt breast height. It is GBH. It is above ground ഒരു 30 centimeter വന്നാൽ മാത്രം നമുക്ക് GBH മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിന്റെ ഒരു പാരാമീറ്റർ ആണ്. ഇറ്റ് ഈസ് എ പാരാമീറ്റർ ഫോർ ടേക്കിംഗ് ലൈക്ക് കാൽക്കുലേറ്റിംഗ് ദ കാർബൺ. So പിന്നെ okay, so understood. Okay. after like when it is a mature forest നമുക്കത് കാർബൺ സിക്വസ്ട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Yes. I got it. Once it Oh, yeah. reaches certain height. Yes. Okay. Yes. Can I ask one മാം more thing? ഇത് ഈ നമ്മുടെ കായലിലും കടലിലും ഇത് വളരുമല്ലോ മാംഗ്രൂവ്? നമുക്ക് അസിഡിക് ആയിട്ടുള്ള വാട്ടറിൽ വളരുമോ? അസിഡിക് ആയിട്ടുള്ള ബേസ് സലൈൻ കണ്ടീഷൻസിൽ മാത്രമേ മാംഗ്രോവ്സ് വളരുള്ളൂ. സലൈൻ എൻവിറോൺമെന്റിൽ മാത്രം. അതുകൊണ്ട് തന്നെ ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓ, അത് ശരി. ഓക്കെ. Yeah. Kshama, this is Bharat again. Can I ask you one more question? Yes. This is also a part of a restoration. Once restoration is done, we do Okay. post-restoration monitoring, right? Like the survival growth, survival rate. Yes. It should be done right after the restoration, or should we wait for like 4 to 6 months and then we conduct our monitoring study, post-plantation study? No, we actually the mangroves need continuous monitoring and maintenance after once it is planted. Yeah, that is going on. Yeah. I mean, like we have done it in the month of March. We have completed. After that, every Okay. month we are visiting and we are collecting the data Yeah. using the sample Yes. plots. Yes. But So there was one paper which some of one scientist what he wrote is that post monitoring can be done only after 4 to 6 months. After that only you will plan. If they survive for 6 months, then you can do the post plantation monitoring. Before that, you will not get a proper result. So is that true? Do you know anything more about that? no, up to my knowledge, we have to do continuous monitoring and maintenance once it is planted. Yes.
Yes, once yes, the yes, seedling is yes. planted. And it depends upon the Okay. geography and environmental factors, tidal flow, etc. If the soil is properly, like it's a properly like tidal flow ഉള്ള ഒരു സോയിൽ ആണെങ്കിൽ അവിടെ Yes, നമുക്ക് yes. സോ റെസ്റ്റോറേഷൻ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിരിക്കും. ബട്ട് അതൊരു ഡിഗ്രേഡഡ് ലാൻഡ് ആണ്, അവിടെ നമ്മൾ പോയിട്ട് സീഡ്ലിങ്സ് നടുവാണെങ്കിൽ കുറച്ചും കൂടെ പ്രോപ്പർ കെയറും അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി കണ്ടീഷൻസ്, എൻവയോൺമെന്റൽ കണ്ടീഷൻസും ഫാക്ടേഴ്സും സലൈനിറ്റി ടൈഡൽ ഫ്ലോ ഒക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യും. Yes, yes. It is like Yeah. example, like I want to take example of Kannur. Kannur. Yes, okay. So it is after March, April, May, we have done the monitoring. June, Okay. July, now it is heavy raining. We cannot go there. We cannot go. And it is a Okay. small patch of an island. It is like an island in a backwater. So in that Okay. case, it is like now it is totally submerged. So Okay. I have conducted the study in April, right? April and May also. But if I compare that Okay. study with this study, the restoration success will be very low, right? I mean, like there will be a difference, right? Yeah, but there will be difference because പക്ഷെ it is like can you repeat the question? I couldn't understand what you just No, meant. no, no. The simple thing is that I have done the post monitoring in the month Okay. of April and May, April 1, June, May. June, Okay. April, May, every month, and in the August Okay. month, but in June, July, and August, I am unable to do this study because Do there this. is a Okay. rainfall, Okay. and the area is flooded. Okay. So So what you're my point is that when I completed my restoration in the month of March, in the month of May, okay. I got like 60% of success. 60% of Okay. plantation is surviving. Whatever the species I have planted are surviving. But when I conduct the study now after rainfall, half of them are totally gone. So Okay. now Okay. there is a clear difference that because of rains, success rate is reduced to 40%. So Okay. not to confuse like this, should I wait till 6 months once the restoration is done, so that whatever the seasonal changes, let it happen, and once when after monsoon, if I do the study, if I do the monitoring study, will it be a suitable report, or before I should do it, and before after 2 months the report is valuable? Which report is valuable? I mean, like which study is valuable? I suggest after 2 months because environmental like seasonal changes ഒക്കെ അതിന്റെ ഒരു പാർട്ടാണ്. അപ്പോൾ once after 2 Okay, months you can give that report. Yeah. okay, after Yeah. 2 months. Okay, that's fine. So Arya Devi asked, can you differentiate between mangroves and associated mangroves? Associated mangroves, mangrove associates. Okay. Mangroves എന്ന് പറയുമ്പോൾ മാംഗ്രൂവ് വെജിറ്റേഷൻസ്, മാംഗ്രൂവ് അസോസിയേറ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് മാംഗ്രൂവിന് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് കോക്കോസ് എന്ന് വെച്ചാൽ പറയാം, തെങ്ങ് കാണാം നമ്മൾ മാംഗ്രൂവ്സിന്റെ അസോസിയേറ്റഡ് ആയിട്ടിട്ട്. അപ്പോൾ അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫ്ലോറയുണ്ട്, ഫോണയുണ്ട്. അതിനാണ് മാംഗ്രൂവ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മാംഗ്രൂവിനുള്ള അഡാപ്റ്റേഷൻസ് ലാക്ക് ചെയ്യുന്നുണ്ടാവും ഈ മാംഗ്രൂവ് അസോസിയേറ്റഡ് ഫ്ലോറക്ക്. അതുകൊണ്ടാണ് അതിന് മാംഗ്രൂവ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ അഡാപ്റ്റേഷൻസും ഇതിനുണ്ടാവില്ല. Hello. Hello. Hi, Shamna. Just Hi. asking out of curiosity. Are Okay. there any specific genetic mutation or adaptation occurring in mangrove population which enhances the resilience to rising sea level or more frequent storms? Yes, of course, there is adaptations. Mangroves sea level rise ചെയ്യുന്നതിന് if you understand in English like or in Malayalam, Malayalam. which you prefer. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ മലയാളം പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലല്ലോ, മതി. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ നടത്തിയ സ്റ്റഡി, ആൻഡമാനിൽ നടത്തിയ സ്റ്റഡി മാംഗ്രോവ്സിന്റെ റെസ്പോൺസസ് ഇൻ സീ ലെവലായിരുന്നു. അതായിരുന്നു നമ്മളെ റിസർച്ച് ടോപ്പിക്. അപ്പോൾ അതിൽ നമ്മൾ ഫൈൻഡ് ചെയ്തത് മാംഗ്രോവ് 2 ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് നടക്കുന്നുണ്ട് ഈ സീ ലെവൽ റൈസിൽ മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് 2 വേസ് ആയിട്ടാണ്. അത് ഒന്നെന്ന് പറയുന്നത്
മാംഗ്രൂവിലുള്ള സെഡിമെന്റ് അക്രീഷനും അതുപോലെ തന്നെ സെഡിമെന്റ് അക്രീഷൻ കേട്ടിട്ടുണ്ടോ? സെഡിമെന്റ് അടിഞ്ഞുകൂടെ, മണ്ണ് അടിഞ്ഞുകൂടിയിട്ട് അങ്ങനെ സീ ലെവലിനെ ഇവര് മൈറ്റിഗേറ്റ് ചെയ്യും, ലൈക്ക് ഇവര് അതിനെ റെസ്പോണ്ട് ചെയ്യും. അതല്ലെങ്കിൽ അത് സീല് 3 റീജിയൻസിലാണ് മാംഗ്രോവ്സ് കാണുന്നത്: ഇക്കോട്ടോണ്, സീ വേർഡ്, ലാൻഡ് വേർഡ്. അപ്പൊ ഈ സീ വേർഡിനും ഇക്കോട്ടോണിന്നും ഒക്കെ അതിന്റെ ഗ്രോത്ത് മാറ്റിയിട്ട് അത് ലാൻഡ് വേർഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോകും. അങ്ങനെയാണ് ഇതിൽ റെസ്പോൺസ് നടക്കുന്നത് മാംഗ്രോവിൽ സീ ലെവലിൽ. ഓക്കെ ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഓക്കെ. ഇപ്പൊ അതായത് റിസർച്ച് ഗ്യാപ്പ് എവിടെയൊക്കെയാണ്? ലൈക് മാംഗ്രൂവ് എക്കോസിസ്റ്റം മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്, ആ ഒരു ഇതിൽ റിസർച്ച് ഗ്യാപ്പ് എന്തൊക്കെ? റിസർച്ച് ഗ്യാപ്സ് വരുന്നത് ഇപ്പോഴാണ് കാർബൺ സ്റ്റഡീസ് ഒക്കെ വരുന്നത് കൂടുതലായിട്ട്. കാർബൺ എസ്റ്റിമേഷൻ സ്റ്റഡീസ് ഒക്കെ ഇപ്പോൾ ഒരു റീസെന്റ് ഡിക്കേഡ്സിലാണ് ഈ കാർബൺ എസ്റ്റിമേഷൻ സ്റ്റഡീസ് വരുന്നത്. ഇപ്പോൾ റിസർച്ച് ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണുള്ളത് മെയിനായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് നമുക്ക് എങ്ങനെയൊക്കെ ഈ മാംഗ്രോവ്സിനെ യൂസ് ചെയ്യാൻ പറ്റും ഈ ക്ലൈമറ്റ് ചേഞ്ച് മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സീ ലെവൽ റെസ്പോൺസസ് ഒരു റിസർച്ച് ഗ്യാപ്പാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സ്റ്റഡി നടത്തിയത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. അല്ലാണ്ട് വേറെ സ്റ്റഡീസ് ഒന്നും ഈ സീ ലെവൽ റൈസിനെ എങ്ങനെ മൈറ്റിഗേറ്റ് ചെയ്യാൻ അല്ല എങ്ങനെ റെസ്പോണ്ട് ചെയ്യണേ എന്നുള്ള സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടില്ല. Hello, Shamma. ഓക്കെ. യെസ്. Is there any botanical representation of at least some species of Indian mangroves? Like for the people who are Botanical. curious to know, Okay, like so kids and I think adults. Kadiresan, have you heard about Kadiresan, sir? Dr. Kadiresan? Yeah, I heard, but I don't know. ഓക്കെ. കദിരേസൻ സാർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ടോപ്പ് സയന്റിസ്റ്റ് ആണ് മാംഗ്രോവ്സിലും ഒക്കെ റിസർച്ച് ചെയ്യുന്നത്. സാറിന്റെ കുറച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ രാഘവൻ സാറിന്റെ കുറച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ലൈക്ക് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. പിന്നെ ടോം ലിൻസൺ ഒരു ഇന്റർനാഷണൽ സയന്റിസ്റ്റ് ആണ്. ടോം ലിൻസൺ അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് നമ്മളെല്ലാം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫിക്കേഷനും ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബോട്ടണി ഓഫ് മാംഗ്രോവ്സ് എന്ന് പറയുന്നത് ആ ബുക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. Say there will be the pictorial representations are also there, no? Yes, pictorial representations ഉണ്ടാവും. Yes, Kshama, can I answer this question? There is one book by Raghavan sir and Katharishans called Indian Mangroves. Yes. Indian mangroves and how to state in which state how many species they have, how much of the mangrove land is there. That all kind of details are there in that book. Yes. Indian mangroves. Yes. Okay, thank you. And Yeah. if I can ask one more question about kids, like Yes. Okay. all those kids, like what would you say about your work? Like the people, I mean the kids who are afraid of like going ahead in their studies or whatever, like how mangroves inspire you, or maybe a word like that just gives them a light or like vision to Okay, work of for course. nature or learn or something. And especially what would you so like about mangroves, and like how do you tell them a story about mangroves like in an engaging way? Okay, of And course. to that So, continuation also, say ki, like whenever you get the time and all, maybe the books and all about the botanical representation and all, maybe those if you could find the local names in like Malayalam and all and tell them the story about, or like show them the picture of that and what is the significance of that, maybe like that would be interesting not only for kids, for adults also. I'm okay. really curious. Okay. ഞാൻ ബോട്ടണി ആയിരുന്നു പഠിച്ചത്, ലൈക്ക് BSc ബോട്ടണി ആയിരുന്നു. അപ്പോൾ ബോട്ടണി എടുത്തതെന്ന് വെച്ചാൽ ലൈക്ക് ഐ എം ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ നേച്ചർ. ഈ നേച്ചർ സ്റ്റഡീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് എങ്ങനെയാണ് നമ്മൾ ഇതിലൊരു കരിയർ ഉണ്ടാക്കുക, എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പെടും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ബോട്ടണി എടുത്ത് അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസിലായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഫീൽഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കുറേ എക്കോസിസ്റ്റംസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കോസ്റ്റൽ, അതായത് മാംഗ്രോവ്സിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ ഫോറസ്റ്റിലൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ അത് എങ്ങനെയൊക്കെ ബെനഫിഷ്യൽ ആണ് നമുക്ക് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് അവിടെ നിന്നുണ്ടായി.
അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ഫൈനൽ ഇയർ ആയിട്ട് ഡെസർട്ടേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ മാംഗ്രോവ്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ ആണെന്നും അതിലെന്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ റിസർച്ച് ഒരു കാരിയർ ആയിട്ട് എടുത്തത്. അപ്പോൾ റിസർച്ച് കാരിയർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാരിയർ പോലെയല്ല ഈ എൻവിറോൺമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് സാച്ചുറേറ്റ് ആയിട്ട് ഇരിക്കണ്ട. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇപ്പൊ ഞാൻ മാംഗ്രൂവ് റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് എനിക്ക് ആൻഡമാൻ നിക്കോബാർ പോലത്തെ ഉള്ള ഐലൻഡ്സിലും എല്ലാം എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയതും അവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ്, ഇതൊക്കെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് ഞാനിങ്ങനെ ഒരു റിസർച്ച് കാരിയർ ആയിട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ലൈക്ക് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കാരിയർ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അങ്ങനെ ഒരു കാരിയർ. ബട്ട് അങ്ങനെയല്ല, അത് ഭയങ്കര ബ്രോഡാണ്, അഡ്വഞ്ചറസ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മാംഗ്രൂവ് മാത്രമല്ല, എല്ലാ എൻവിറോൺമെന്റ്, വൈൽഡ് ലൈഫ് ആണെങ്കിലും എൻവിറോൺമെന്റൽ സ്റ്റഡീസ് ആണെങ്കിലും കോസ്റ്റൽ സ്റ്റഡീസ് ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ്, ലൈക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, അഡ്വഞ്ചറസ് ആണ് ഇങ്ങനെയുള്ള സ്റ്റഡീസ്, ഇങ്ങനെയുള്ള ഒരു കാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ഞാനൊരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുറത്തു വരാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാരിയർ ചൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. മാംഗ്രൂവ്സിനോട് എന്തുകൊണ്ട് ഒരു എന്തൂസിയാസം വന്നു എന്ന് ചോദിച്ചാൽ, ലൈക്ക് നമ്മൾ ബാക്കിയുള്ള ഒരു ഫോറസ്റ്റ് പോലെ അല്ലല്ലോ മാംഗ്രൂവ്സ്. കുറച്ചും കൂടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മാംഗ്രൂവ്സിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആണ് മാംഗ്രൂവ്സിൽ. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എന്തുകൊണ്ട് ഇതിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. Oh, that's interesting, Shamna. ഹലോ മാം. യെസ്. അതായത് ഈ റീസ്റ്റോറേഷൻ മെത്തേഡില് നഴ്സറിയിലെ പ്ലാന്റിങ്ങും പറഞ്ഞിട്ടുണ്ടായല്ലോ. ആ അപ്പൊ അതുപോലത്തെ തന്നെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ചെയ്യാൻ പറ്റുമോ? സ്കൂൾ എവിടെയാണ് സ്ഥലം? സ്കൂൾ എന്ന് വെച്ചാൽ കൊച്ചി ഏരിയയില്. കൊച്ചിയിലാണോ? അവിടെ മാംഗ്രൂവ്സ് ഒക്കെ ഉണ്ടോ? ഫോറസ്റ്റ് ഒക്കെ അവിടെ അടുത്ത് എവിടെയെങ്കിലും മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ടോ? ആ ഏരിയയില് വലുതായിട്ടൊന്നും മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടിട്ടില്ല. പള്ളുരുത്തിയിലുണ്ട്, പള്ളുരുത്തി. പള്ളുരുത്തിയില്ല. ഓക്കെ. നമ്മൾ സ്കൂളിലൊക്കെ മറ്റേ എൻവയോൺമെന്റൽ ഡേക്കൊക്കെ പ്ലാന്റ്സ് നടുന്ന പോലെ നമുക്ക് സ്കൂളിന്റെ അവിടെ ഒന്നും നമുക്കത് നടാൻ പറ്റൂല. കുറച്ച് ഈ നമ്മളെ പുഴയും കടലും ഒക്കെ മീറ്റ് ചെയ്യുന്ന സ്ഥലം അറിയുമല്ലോ, ഈ എസ്റ്റോറി ഒക്കെ കേട്ടിട്ടുണ്ടോ? ക്രീക്സ്, എസ്റ്റോറി ഒക്കെ, കായല്, അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് മാംഗ്രോവ്സിനെ റെസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പൊ നമുക്ക് സ്കൂളിൽ നമുക്ക് പറ്റൂല. അപ്പൊ പള്ളുരുത്തി അവിടെ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ്, അങ്ങനെ ഒരു മാംഗ്രൂവ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റോർ ചെയ്യാം. ഓക്കെ. ഓക്കെ. മാം, എക്സ്ക്യൂസ് മീ മാം, ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ മാംഗ്രൂവ്സ് എവിടെയാ ലൈക് ഗ്ലോബലി ഫൗണ്ട് ആവുന്നത്? ഇന്ത്യയിൽ തന്നെ? ഇന്ത്യയില് കേരളത്തിലുണ്ട്, തമിഴ്നാടുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ലക്ഷദ്വീപിലുണ്ട്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. അങ്ങനെ കടലുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലും മാംഗ്രൂവ്സ് കാണും. ഓക്കെ, താങ്ക് യു. ഓക്കെ. If I could say to all the kids, people who are nearby Kochi and all, you could really go to Manoj IB and learn more about the local mangrove names at least and how to grow them and all. It's very interesting. All the kids out there. Madam, in Kochi, there is a person called Murukeshan who he's doing this raising mangrove nursery, and he's also doing the plantation by his own. And a small NGOs are supporting. He's in Vipin. You can visit. The students can visit. It will be very helpful for him. He was even, like I think Mongabe and BBC also did a small video bite on him for his conservation efforts. People who are staying in Ernakulam can try to contact him. His name is Murugeshan. You can Google it. Okay, that's great.
ഹലോ മാം. യെസ്. മാം ഇപ്പോ പറഞ്ഞല്ലോ മാംഗ്രൂവ് പലതരം സ്പീഷീസിലുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ പലതരം സ്പീഷീസ് ഉള്ള മാംഗ്രൂവ്സിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോ മാംഗ്രൂവിൽ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മള് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ആ ഓക്കെ. പിന്നെ ഈ സ്പീഷീസ് മാംഗ്രൂവ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയ വല്ല ഡിവൈസോ ഇൻസ്ട്രുമെന്റോ അങ്ങനെയല്ലോ ഉണ്ടോ? ഡിവൈസോ? ഇല്ലില്ല. എന്ത് മാംഗ്രൂവ്സിനെ കണ്ടുപിടിക്കാനുള്ള ഡിവൈസോ? ഓക്കെ, അപ്പൊ ഈ ഫോട്ടോയിൽ നോക്ക്. ഇതിൽ ഞാൻ റെഡ് മാംഗ്രൂവ്സ് എന്ന് കാണിച്ചു കണ്ടോ? ഹലോ. കണ്ടു. ഈ റെഡ് മാംഗ്രൂവ്സിന്റെ റൂട്ട്സ് കണ്ടോ? കുറച്ച് ഡിഫറെന്റ് അല്ലേ റൂട്ട്സ്? അല്ലേ? ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ റൂട്ട്സ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ലേ ഈ മാംഗ്രൂവ്സിന്റെ? തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള റൂട്ട്സ് ഉള്ളതിൽ റൈസോഫോറ സ്പീഷീസിനാണ് ഇങ്ങനെയുള്ള റൂട്ട്സ് വരിക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ റൈസോഫോറ മാംഗിൾ എന്ന് പറയുന്നത് ഈ മാംഗ്രൂവിന്റെ സയന്റിഫിക് നെയിം ആണല്ലേ? അതെ, റൈസോഫോറ മാംഗിളെ എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് നെയിമാണ്. കോമൺ ആയിട്ട് നമ്മൾ റെഡ് മാംഗ്രൂവ്സ് എന്ന് പറയും. അപ്പൊ ഓക്കെ. അതുപോലെ ഈ ഫോട്ടോ നോക്ക്. ഇതില് ന്യൂമാറ്റോഫോഴ്സ് എന്ന് കണ്ടോ? ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചർ കണ്ടോ? കണ്ടു. ഈ റൂട്ട്സ് ഉണ്ടാവുക അവീസീനയൊക്കെയാണ്. ഇതിൽ അവീസീനിയ മറീന ബ്ലാക്ക് മാംഗ്രൂവ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നമ്മള് ചെയ്തിട്ട് കണ്ടില്ലേ? ഫോട്ടോ കണ്ടോ? അപ്പൊ ഈ റൂട്ട്സ് ഉണ്ടാവുക അവീസീനിയ മറീനക്കാണ്. അതുപോലെ ഇവിടെ നീ റൂട്ട്സ് എന്ന് കണ്ടോ? കണ്ടു. ഈ നീ റൂട്ട്സ് ഉണ്ടാവുക ബ്രുഗൈറക്കാണ്. ഇവിടെ ബ്രുഗൈറ കണ്ടോ? ഇതിന് മലയാളത്തിൽ പേനക്കണ്ടൽ എന്നാണ് തോന്നുന്നു പറയാ. അപ്പോ അതിനാണ് അങ്ങനത്തെ റൂട്ട്സ് ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, പിന്നെ മാം ഇതിൽ ന്യൂമാറ്റോഫോഴ്സ് കാണിച്ചിരുന്നല്ലോ, അതിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്ത് കാണാൻ പറ്റുന്നില്ലെന്ന്? ഈ ന്യൂമാറ്റോഫോഴ്സിലെ ഒരുപാട് ആകെ റൂട്ട് ഷേപ്പിടും പിന്നെ സ്റ്റെമ്മ് മാത്രമേ കാണിക്കണുള്ളൂ. അതിൽ ലീവ്സ് അധികമായിട്ട് കാണുന്നില്ലല്ലോ. ഇതിന്റെ റൂട്ടാണ്. ലീവ്സ് നമ്മളെ സ്റ്റെമ്മിലല്ലേ ഉണ്ടാവുള്ളൂ. അതെ. ഇത് റൂട്ട്സ് ആണ്. അപ്പൊ റൂട്ട്സിൽ എങ്ങനെയാ ലീവ്സ് ഉണ്ടാവുക? ഇതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് കേട്ടോ. ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റൂട്ട്സ് ഉള്ളത് മാംഗ്രൂവ്സിന്. ഓക്കെ, നമ്മൾ സോയിലിന്റെ അടിയിലാണല്ലോ ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാണ്. അതാണ് മാംഗ്രൂവ്സിന്റെ പ്രത്യേകത. മാംഗ്രൂവ്സിന്റെ റൂട്ട്സ് സോയിലിന്റെ മുകളിൽ ഉണ്ടാവും. ബാക്കിയുള്ള മരം അതുകൊണ്ടാണ് നമ്മൾ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അഡാപ്റ്റേഷൻസും ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ 3 മാംഗ്രൂവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാം. യെസ്. നമ്മളുടെ ഇന്ത്യയിലെ കറന്റ് സ്റ്റേറ്റസ് എത്രയാ മാംഗ്രൂവ്സിന്റെ? കറന്റ് സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ എത്ര സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണെന്നാണോ? എത്ര ഉണ്ടെന്നാണോ? അതോ എത്ര സ്പീഷീസ് ഉണ്ടെന്നാണോ? അതെ. ഓക്കെ. ഇന്ത്യയിൽ 46 സ്പീഷീസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഒരു 2019 സ്റ്റഡി പ്രകാരം 46 സ്പീഷീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ 4900 സംതിങ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് മാംഗ്രൂവ്സ് ഇന്ത്യയിലുണ്ട്. ഇതും 2021 സ്റ്റഡി പ്രകാരമാണ് കേട്ടോ. നമ്മൾ 2024 ആണ്. അപ്പൊ അതിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഓക്കെ മാം. ഒരു ചോദ്യം ലീന മാഡം ചോദിച്ചിട്ടുണ്ട്. അതായത് how can we conserve and restore mangroves? Okay. So, മാംഗ്രൂവ് കൺസർവേഷൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് മാംഗ്രൂവിൻ്റെ. അപ്പോൾ ഇപ്പോൾ
ലോക്കൽ കമ്മ്യൂണിറ്റീസിലാണെങ്കിലും നമ്മൾ സ്കൂളില് കോളേജ് സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള എല്ലായിടത്തും നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു കൺസേർവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അതുപോലെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും. ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് വഴി നമ്മൾ എല്ലാവർക്കും ഫോറസ്റ്റ് ഓഫീസേഴ്സിന് വർക്ക്ഷോപ്സും ഇതൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അവയർനെസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ വഴിയാണ് ലോക്കൽ കമ്മ്യൂണിറ്റീസിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ കൺസേർവ് ചെയ്യാനും റിസ്റ്റോർ ചെയ്യാനൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഹലോ മാം, ഈ മാംഗ്രൂവ് സ്റ്റഡിക്ക് പറ്റിയ സയൻസിലെ ബ്രാഞ്ച് ഏതാന്ന് പറഞ്ഞല്ലോ. പ്ലാന്റ് സയൻസ് എടുക്കാം. ആ പ്ലാന്റ് സയൻസ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡി എടുക്കാം, ഇക്കോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കാം. ഓക്കെ. ഉം. ഹലോ മാം, എഡിബിൾ ആ ആയിട്ടുള്ള ഓക്കെ. ഫ്രൂട്ടുള്ള മാംഗ്രോവ്സ് ഉണ്ടോ? എഡിബിൾ ഫ്രൂട്ട് നമ്മൾ ആൻഡമാനിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് അവിടെയുള്ള ട്രൈബൽസ് ഒക്കെ ഇങ്ങനെ മാംഗ്രൂവ് സീഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ എം നോട്ട് ഷുവർ. മാം, ഈ മാംഗ്രൂവ് സ്റ്റഡിക്കൊക്കെ പറ്റിയ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞല്ലോ. മാംഗ്രൂവ് സ്റ്റഡീസിലെ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ബോട്ടണി ഉണ്ട്. ബോട്ടണി എന്ന് പറയുന്നത് പ്ലാന്റ് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ബോട്ടണി ഒക്കെ എടുത്താൽ നമുക്ക് പ്ലാന്റ് ആദ്യം നമ്മൾ ഡയറക്റ്റ്ലി മാംഗ്രൂവ് സ്റ്റഡീസ് നമ്മൾ നടത്തില്ല. അപ്പം നമ്മൾ ആദ്യം എഡ്യൂക്കേഷൻ ലെവലൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ CMLRI, CFRI ഇങ്ങനെയുള്ളതൊക്കെ കോസ്റ്റൽ ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെയൊക്കെ മാംഗ്രൂവ് റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ NIO പറഞ്ഞിട്ടൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയും മാംഗ്രൂവ് റിസർച്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ മാം. ഉം. Excuse me, ma'am. ഉം. ഈ മാംഗ്രൂവ്സ് ആനിമൽ സ്പീഷീസ് ഇല്ലെങ്കിൽ ഏത് പ്ലാന്റ് സ്പീഷീസ് ഇല്ലെങ്കിൽ ഏത് ആനിമൽ സ്പീഷീസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാംഗ്രൂവ്സ്? എന്താ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കോ? ഏത് സ്പീഷീസിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണോ മാംഗ്രൂവ്സ്? പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ആനിമൽസ് ഏതെങ്കിലും? ആനിമൽസ് എന്ന് പറയുമ്പോൾ മാംഗ്രൂവ് ഫോറസ്റ്റിൽ നമ്മൾക്ക് കുറേ ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. ആനിമൽസ് കുറേയൊന്നും ഇല്ല, ലൈക്ക് ചില ആനിമൽസ്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുന്ദർബൻ ടൈഗർ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഈ ടൈഗർ സ്പീഷീസിനൊക്കെ നമുക്ക് മാംഗ്രൂവ്സിൽ കാണാൻ പറ്റും. അതുപോലെ ബേർഡ്സ് ഉണ്ട്, പിന്നെ ഫിഷസ്, ക്രാബ്സ്, പ്രോൺസ്, ഇതൊക്കെ അക്വാട്ടിക് ഫോണയാണ്. ഇതിനൊക്കെ കാണാൻ പറ്റും. ആൻഡ് പിന്നെ ചില സ്ഥലത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ സ്നേക്സിനൊക്കെ കാണാൻ പറ്റും ചില മാംഗ്രൂവ് ഫോറസ്റ്റിൽ. ഓക്കെ മാം, താങ്ക് യു. പിന്നെ ചീത്താസ് ഒക്കെ കാണാൻ പറ്റും. ഉം. Hello, Shamna, Yes. you there? Yes, Uh, I'm here. I don't know if it is relevant to kids and all, but you could maybe mention a point about how difficult it is to work in the mangrove terrain, and at the same time, how could you like enjoy it also? Maybe to Of course. like get the kids there, I say. ഓക്കെ. സോ മാംഗ്രൂവ് ടെറൈനിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, മാംഗ്രൂവിന്റെ സോയിൽ പറയുന്നത് ഭയങ്കര മഡി ആൻഡ് സോഫ്റ്റ് ആണെന്ന്. നമ്മൾ കാല് വെക്കുമ്പോൾ അത് നമ്മുടെ കാലിങ്ങനെ താഴ്ന്നു പോകും മാംഗ്രൂവ്സിൽ. അപ്പം അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് തിങ് ആണ്.
നമ്മൾ ഓരോ ഓരോ സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ മാംഗ്രോവ്സിൽ. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മാംഗ്രോവിന്റെ ഒരു ഇക്കോസിസ്റ്റം, മാംഗ്രോവിന്റെ ഇതിൽ ഒരുപാട് മോസ്കിറ്റോസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്നും അല്ല, പക്ഷെ ഒരുപാട് മോസ്കിറ്റോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ റിസർച്ച് ഫീൽഡ് വർക്ക്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ ഈ പോകുമ്പോൾ നമ്മൾ അത്രയും കവർ ചെയ്തിട്ടൊക്കെയാണ് പോവുക ഈ മോസ്കിറ്റോ ബൈറ്റ്സ് എന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മോസ്കിറ്റോ ബൈറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ ചില സ്ഥലത്ത് സ്നേക്സ് ഉണ്ടാവും. അപ്പോൾ അതും ഒരു തിങ്ങാണ്. മെയിൻലി നമ്മുടെ ഈ മഡി ആയിട്ടുള്ള സോയിൽ ആയതുകൊണ്ട് താഴ്ന്നു പോകുന്ന ഒരു പേടി ഉണ്ടാവും നമുക്ക് ചില സ്ഥലത്ത്. പിന്നെ എന്താന്ന് വെച്ചാല് മാംഗ്രോവ്സ് എല്ലാം റിമോട്ട്, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ ആൻഡമാനിലും നിക്കോബാറിലും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ കുറെ ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം ഈ മാംഗ്രോവ് ഫോറസ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറെ ട്രാവൽ ചെയ്യണം ബോട്ടില്. അതിനുശേഷം അവിടെ എത്തിയാൽ തന്നെ ചില സമയത്ത് ഈ വേലിയിറക്കം വേലി കയറ്റമുള്ള സമയങ്ങളുണ്ടാവും. അപ്പൊ വേലിയിറക്കം വന്നാൽ വേലിയിറക്കം വന്നാൽ നമ്മൾ ശരിക്കും അവിടെ പെട്ടുപോകും. അപ്പൊ നമ്മൾ അതിന്റെ സമയമെല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ മാംഗ്രോവിന്റെ ഉള്ളിലോട്ട് പോകാൻ. വേലിയിറക്കത്തിന്റെയും വേലികയറ്റമൊക്കെ എപ്പോഴാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മാംഗ്രോവിലോട്ട് പോകാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാംഗ്രോവ് ഉള്ള സ്ഥലത്ത് എസ്പെഷ്യലി ഇൻ ഐലൻഡ്സിലൊക്കെ വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റ് മാറാം. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ മഴ വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് വരും, മഴയൊക്കെ. അപ്പോൾ ഈ മഴ വരുമ്പോൾ വൺസ് നമ്മൾ മാംഗ്രോവിന്റെ ഉള്ളിലാണെങ്കിൽ മഴയും മിന്നലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് മിന്നലൊക്കെ ഏൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ സലൈൻറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാന്ന് വെച്ചാലും നമുക്ക് 1 കിലോമീറ്റർ നടക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് 1 മണിക്കൂർ വരെ എടുക്കും ചില മാംഗ്രോവ് ഫോറസ്റ്റിൽ. ഡിപ്പെൻഡ്സ് അപ്പോൺ അതിന്റെ മഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പുറത്തു വരുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഈ ക്ലൈമറ്റിക് കണ്ടീഷനും ടൈഡൽ ഫ്ലോവും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് മാംഗ്രോവിന്റെ ഉള്ളിലോട്ട് പോകാൻ. സോ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ടൈഡൽ ഫ്ലോ വന്ന് നമ്മൾ അവിടെ പെട്ടുപോയ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് പെട്ടെന്ന് മഴ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉള്ള ഫിഷർമാൻസ്, ഈ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ. പിന്നെ വേറെ ഒരു കാര്യം, ക്രോക്കഡൈൽസ് ഉള്ള എസ്റ്റോറീസ് ആകുമ്പോൾ ക്രോക്കഡൈൽസ് ഉണ്ടാവും, എസ്പെഷ്യലി ആൻഡമാൻസിൽ. അപ്പോൾ ക്രോക്കഡൈൽസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഗാർഡ്സിനെ അവരയക്കും. അപ്പോൾ ഈ ക്രോക്കഡൈൽസിൽ നമ്മൾ സൈറ്റ് ചെയ്യും, പക്ഷെ ഇതുവരെ അറ്റാക്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്റ്റിൽ നമ്മൾ സൈറ്റ് ചെയ്യാറുണ്ട് ക്രോക്കഡൈൽസിനെയൊക്കെ. സോ ഇങ്ങനെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. Okay, what is this Chalasametam? I didn't understand that. What? Along with you, like, I didn't understand that. Along with, I didn't get it. What is it? Chalasametam? What is that? Sometimes. Okay, Chalasametam means sometimes. Acha, okay, fine. Yeah. Nice explanation, but I didn't get this crocodiles thing. Like these forest gods and all will help you. Like maybe they are Yeah. there. Yeah. They're anticipating Yes. they might be there. I say, No, but these forest girls, no, they have already got training from their I told you I worked for last 1.5 years in Andaman Nicobar Islands. So the main problem, crocodiles are one of the main problem in estuaries. So all the forest guards were properly guided. They have properly some kind of certifications how to escape from the crocodiles, or how to escape someone from the crocodiles, like that. They have awareness classes and all. So with them only we can go to these estuaries. So that's why how they protect us, like if something happened. yeah, this is interesting. Yeah. Thank you. Ma'am, may I ask you a question also? Yes, of course. Okay. Can you differentiate blue carbon and blue carbon storage? Blue carbon and blue carbon storage, actually this both the same one. Okay. Blue Okay. carbon, I have told you what is blue carbon. I have discussed it in my slides. You understand that? So blue carbon or another, the carbon which is stored in the oceans. You understand? So Okay. what it comes when you think about ocean? What, ma'am? What you get in your head when you think about ocean? What you first think? Or if you draw an ocean, what you first think?
ഫസ്റ്റ് വിച്ച് കളർ യു ചോസ്? ബ്ലൂ. യാ, സോ അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ കാർബൺ എന്ന് പറയുന്നത്. യു ഓക്കെ. അണ്ടർസ്റ്റാൻഡ്? യെസ്. യാ. എക്സ്ക്യൂസ് മീ മാം, നമുക്കിനി ഫ്യൂച്ചറില് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നമുക്കിനി മാംഗ്രൂവ്സിനെ പ്രിസർവ് ചെയ്യാൻ നമുക്ക് എന്താണ് ഇപ്പൊ വേണ്ടത് ഫ്യൂച്ചറില്? പ്രിസർവ് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അല്ല, പ്രിസർവ് ചെയ്യാൻ. പ്രിസർവ് പ്രിസർവ് ചെയ്യുമ്പോ എന്താ പ്രിസർവ് ചെയ്യാന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ഇപ്പം മാംഗ്രൂവ്സ് നമ്മൾ ഈ ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്ന പോലെയാണോ? ഇപ്പോൾ ഡെഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ പ്രിസർവ് ചെയ്യുന്ന പോലെയാണോ? അല്ലെങ്കിൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? ടു കീപ് സേഫ് ആ അതെ. അങ്ങനെയാണോ? ഓക്കെ ആ ഓക്കെ, അങ്ങനെയാണോ? സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദ കിഡ്സ് ലൈക്ക് യു, നിങ്ങളെ പോലെയുള്ള കുറെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു അവയർനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറെയൊക്കെ അറിയാലോ എന്തുകൊണ്ടാണ് മാംഗ്രോവ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതെന്നൊക്കെ. അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ നമ്മൾ ഇങ്ങനെയുള്ള കുറെ അവയർനെസ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വരുന്ന ഈ ജനറേഷനിൽ നമ്മൾ ഇതുപോലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് പുതിയ നശിച്ചുപോയ മാംഗ്രോവ്സിനൊക്കെ നമ്മൾ റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാംഗ്രോവ്സിന്റെ പല ടൈപ്പ് ഓഫ് കൺസർവേഷൻ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ലൈക്ക് ഫെൻസസ് ഒക്കെ വെച്ചിട്ടും ബഫർ സോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവാ? എങ്ങനെ ഇപ്പൊ പറഞ്ഞുതരാം? ഓക്കെ, ബഫർ സോൺസ് ഒക്കെ ഉണ്ടാക്കും നമ്മള്. എങ്ങനെ പറഞ്ഞുതരാം? പുറത്തുനിന്ന് നമ്മള് ഈ മാംഗ്രൂവ് ഉള്ള ഏരിയാസിനൊക്കെ നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഒക്കെ ആക്കിയിട്ട് വെക്കുന്നതുണ്ട്. ഇപ്പൊ സുന്ദർബൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അങ്ങനെ ഒരു 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 അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാംഗ്രൂവ് വെജിറ്റേഷൻ ഉള്ളതിനൊക്കെ നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർ ടൈഡൽ സോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മാംഗ്രൂവ്സ് ഉള്ള ഈ സോൺസിനൊക്കെ ബാരിയേഴ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ പുറത്തുനിന്ന് നമുക്കൊരു ഡിസ്ട്രക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഓക്കെ, സ്റ്റഡീസ് താങ്ക് യു. നടത്തുന്നുണ്ട്, റിസർച്ചസ് നടത്തുന്നുണ്ട്. പേപ്പർ നമ്മൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മളെ സ്റ്റഡീസ് റിസർച്ചസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പബ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി വരുന്ന ജനറേഷൻസിലോട്ട് നമ്മൾ ഇത് പാസ് ചെയ്തിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. മാം, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ. അതായത് ഈ മാംഗ്രൂവ്സ് വെള്ളത്തിലാണെന്ന് പറഞ്ഞല്ലോ മാം. അപ്പോൾ ഈ കായലേരിയത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴേക്ക് ഈ മാംഗ്രൂവ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ വല്ല ഐഡിയാസും ഉണ്ടോ മാം? നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഇതിന് മാംഗ്രൂവ്സിന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉണ്ട്. ലൈക്ക് ഇതിന് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ. നമ്മൾ സ്ലൈഡ് ഷെയർ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ എങ്ങനെയാണ് ഫ്ലഡ്സ് ഒക്കെ വരുമ്പോൾ മാംഗ്രൂവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ? ഷോർ ലൈനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, ഹലോ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. എന്നാലും ഫുള്ളായിട്ട് എനിക്ക് ഓക്കെ, അങ്ങനെ അപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മുടെ മാംഗ്രൂവ്സിന് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിന്റെ റൂട്ട്സും അതിന്റെ കനോപ്പി എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള കനോപ്പിയാണ്. കനോപ്പി പറയുമ്പോൾ അതിന്റെ മുകളിൽ ഉള്ള മറ്റേ ലീവ്സ് ഒക്കെ ഉള്ള ഇതില്ലേ, അതിനാണ് കനോപ്പി എന്ന് പറയുന്നത്. അപ്പർ കവറേജ് സ്റ്റെമ്മിന്റെ മുകളിലുള്ളതിന് നമ്മൾ കനോപ്പി എന്ന് പറയും. അപ്പൊ അതൊക്കെ ഭയങ്കര തിക്കാണ്. അതുപോലെ തന്നെ റൂട്ട്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്ലഡ്സും അതുപോലെ തന്നെ ഇതൊക്കെ വരുമ്പോൾ ഈ മാംഗ്രൂവിന് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ ഷോർ ലൈനിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാംഗ്രൂവ്സിനുണ്ട്. Sharma, one more question if I could ask. Oh yeah, of course. I have heard from like Jadavpur University professors and all that there are some species in Sundarbans and Bhitarkanika also. They got exploited during colonial era for timber and all. Is this the case in Andaman and Nicobar Islands also? Maybe any written or any, I mean, something to read about that literature on that, Okay. or have you come Okay. across that? യെസ്. ഇപ്പൊ നമ്മള് 2004 സുനാമി എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ലൈക്ക് 2004 വന്ന്
സോ അന്ന് മാംഗ്രോവ്സിൽ 90% ഓഫ് മാംഗ്രോവ്സ് ആൻഡമാൻ നിക്കോബാറിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സുനാമിന്റെ ഒരു ഇമ്പാക്ട് വഴി. ലൈക്ക് അത്രയും മാംഗ്രോവ്സ് ഉള്ളതിൽ ഒരു ലൈക്ക് അത് അത്രയും നശിച്ചു പോയത് പിന്നെ വീണ്ടും വന്നതാണ് ഇപ്പോൾ ഉള്ള മാംഗ്രോവ്സ് ഒക്കെ. അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ പഴയ ആ മാംഗ്രോവ്സ് ഇപ്പോൾ 10% ഓഫ് മാംഗ്രോവ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം പോയിണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഡിസ്ട്രക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ അവിടെ നടക്കുന്നത്. എക്സ്ക്യൂസ് മീ മാം, യെസ്. നമുക്ക് ഇപ്പോ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ മാംഗ്രൂവ്സിനെ കുറിച്ച് ലൈക്ക് +2 കഴിഞ്ഞ് അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ ബോട്ടണി മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ ബോട്ടണി അല്ലാണ്ടും ഉണ്ടോ? ബോട്ടണി എടുക്കാം, എൻവയോൺമെന്റൽ സയൻസ് എടുക്കാം. ഇതൊക്കെ എടുത്താൽ നമുക്ക് മാംഗ്രോവ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ഉം. For that kid's question, Manu Zebi was an engineer and then he turned environmentalist and he's studying mangroves on Okay. his own and from experts and all like Shamna and all. Okay. So I say if Okay. the That's I kids are don't know. like interested, yeah. Yeah. No, So I'm just telling the kids. yeah, I know. Okay. So that I don't know. ഞാൻ എന്താ പഠിക്കണ്ടേന്ന് ചോദിച്ചപ്പോ മാത്രം പറഞ്ഞതാണ് ബോട്ടണിയും എൻവയോൺമെന്റൽ സയൻസും ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. And for all the kids out there, if there are any left, so for like you could always reach out to Shamna and Manoj for more mangrove related doubts and all. Yeah. And for adventurous things and all, you could always consult the Shamna. Yes. That's very interesting. And for Yeah, I restoration can. directly, if you want to work, you could consult Manoj. Yes. So Manoj sir can Miss share my Valley, number ma'am. if ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്ന കൂടുതലും കുട്ടികളാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, വലിയവർക്ക് ചോദ്യങ്ങൾ കുറവാണ്. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലാവാം, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്ന 8:30 ആയല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. Okay. ഇത് കണ്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഷംനയ്ക്ക് പറയാനുണ്ടാവും. പക്ഷേ നമുക്ക് ഈ 1 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ ഇത് ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളിത് ഉദ്ദേശിക്കുന്ന ഒരു തുടക്കം മാത്രമാണ്. അത് മാത്രല്ല ലൈക്ക് ഇത് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. സ്കൂൾ കുട്ടികളുണ്ട്, വലിയ അതെ ആൾക്കാരുണ്ട്, അതെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. ലൈക്ക് സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് വെക്കാം. പക്ഷെ ഇത് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഞാൻ ചെയ്ത പ്രസന്റേഷനിൽ തന്നെ ഞാൻ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. കുറെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ ഈ കുഞ്ഞു കുട്ടികൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. അത് ഒരു ഗ്രാബ് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കുറെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങള്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ അല്ല അത് കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇത് ഒരു ബേസിക് അവയർനെസ് ഉണ്ടാവുക, പിന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മള് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെറിയ കുട്ടികളോട് നമുക്ക് അങ്ങനെ ഈ സെഷനിലൊന്നും മുഴുവൻ പറയാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റൂല. അതാണ്. പ്രധാനമായിട്ടും അപ്പൊ ഞാന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഞാൻ എങ്ങനെ സംസാരിക്കണം, എന്ത് ഇതിലും ഞാൻ ഇവർക്ക് ലൈക്ക് കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ ഇവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് ഞാൻ കുഞ്ഞു കുട്ടികളെ കണ്ടപ്പോ ഞാൻ ഇത് അവതരിപ്പിക്കുന്നു, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോയി. അല്ല മേ അത് ബി ഞാൻ കുട്ടികൾക്ക് വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടൊന്ന് ചെയ്യാം ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ്. ആൻഡ് അവർക്ക് എന്റെ നമ്പർ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാം.
അല്ല അത് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഴപ്പമില്ല. കണ്ടിന്യൂസ് സെഷൻസ് ആണ്, ഒരു സെഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രീ ഓക്കെ. ആവുമ്പോഴൊക്കെ നമ്മുടെ ഈ വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ അടുത്ത മാസം അല്ലെങ്കിൽ അതിന് എപ്പോഴാണോ നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സെഷൻസ് വെക്കാം. അപ്പൊ നമുക്ക് ഓക്കെ. ഈ രീതിയിലുള്ള അതായത് നമ്മൾ അധികം ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ, ടെക്നിക്കൽ ജാർഗൻസ് ഇല്ലാതെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയിലാകുമ്പോൾ കുറെ കൂടി രസകരവും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഓക്കെ. പ്യുവർലി അക്കാഡമിക്കലാവുമ്പോൾ നമുക്ക് അധികം നേരം കുട്ടികൾക്കും അധികം നേരം കേട്ടിരിക്കാൻ കുട്ടികൾക്ക് പറ്റും. മനസ്സിലായില്ല. മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നുന്നത് It's very great session. ഇത് ഷംനയ്ക്ക് ഇപ്പൊ നിശ്ചയിക്കാം എങ്ങനെ വേണം എന്നുള്ളത്, തുടർ ക്ലാസ്സുകൾ എങ്ങനെ വേണം അത് എന്നുള്ളത്. അതായത് ഓക്കെ. നമുക്ക് അത് സർ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ സൺഡേസിലെല്ലാം ഞാൻ ഓഫാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു. കാരണം കുട്ടികൾ ഉണ്ടാവുന്ന ഇത്രയും ചെറിയ സ്കൂൾ കുട്ടികൾ ഉണ്ടാവുന്ന ഞാൻ അത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് എനിക്കൊരു ഇത് വന്നത്. എന്തോ ഒരു ഗ്യാപ്പ് വന്ന ലൈക്ക് ടോക്ക് ചെയ്യുമ്പോൾ ഞാനിത് ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണോ അതോ വലിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ടാണ്. ഇല്ല അങ്ങനെ സാറിന് വിചാരിക്കണ്ട. ഡിസൈഡ് എന്നുവെച്ചാല് കുഴപ്പമില്ല. ഇത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്ത് പോവാ. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഒരു അക്കാഡമിക് സെഷന് പകരം സാധാരണക്കാർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ള മനസ്സിലാവുന്ന സെഷൻസ് പോലെ. ആണ്. അപ്പൊ നമുക്കപ്പോ ഓക്കെ. അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. നമ്മുടെ എക്സ്പീരിയൻസസ് മാത്രം പറയാ. അപ്പൊ കുറെ കൂടി മനസ്സിലായി. രസകരമായിരിക്കും അത്. അല്ലെങ്കിൽ തന്നെ ഓഫ് നമ്മള് കോഴ്സ്. കുറെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കി കുറെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് വേണമെന്നില്ല. അത് ഓക്കെ. വേണമെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു ചെറിയൊരു ഓക്കെ. ഗ്രൂപ്പ് ഓക്കെ. ഇതിനെക്കുറിച്ച് കുറെ കൂടി ഇപ്പൊ റിസർച്ച് ചെയ്യുന്ന പഠിക്കാൻ കുറച്ച് ടെക്നിക്കൽ കുട്ടികൾ ടേംസ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ഓക്കെ. സെഷൻ അങ്ങനെ ചെയ്യാം. ബാക്കി സെഷൻസ് ഒക്കെ ഓക്കെ. ഇതുപോലെ ഫൈൻ. നമ്മള് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇതുപോലെ രസകരമായുള്ള ചോദ്യങ്ങൾ. അത് ചിലപ്പോ ഒന്നും അറിയാത്ത ഇപ്പം ഞാനും ഒക്കെ പഠിച്ചു വരുന്ന ഒരാളാണ്. എനിക്കൊന്നും ഒരു ഈ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ ചില ഓക്കെ. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ചിലപ്പോ അത് വളരെ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ചില വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, ബേസിക്സ് ഇല്ലാത്തതുകൊണ്ട്. അറിയില്ല. അപ്പൊ പക്ഷെ മനസ്സിലായി. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പല രീതിയിലുള്ള കുട്ടികളും ഒക്കെ പങ്കെടുക്കുമ്പോൾ അത് കുറെ കൂടി രസകരം. അതെ, നല്ലതാണ്. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഭയങ്കര രസമാണ് ആൻസർ ചെയ്യാനൊക്കെ. സോ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു സെഷൻ നടത്താൻ ഞാൻ ഓക്കെയാണ്. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ ഞാൻ ഓക്കെയാണ്, എല്ലാ സൺഡേസിലും ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അത് എനിക്ക് മനസ്സിലായി അവർക്ക് ഗ്രാബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അപ്പോ ചോദ്യങ്ങളൊന്നും ഇനി ഇല്ലെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇനിയും സെഷൻസ് ചെയ്യാം. അപ്പൊ ഓക്കെ. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമസ്കാരം. ഷംനയ്ക്കും വളരെയധികം നന്ദി. കാരണം ഇതുവരെയുള്ള അതായത് ഇപ്പൊ ആൻഡമാനൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇത് മറ്റുള്ള ഒരു ജോലി പോലെ അല്ല ഇത്. അപ്പൊ അതെ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും ഇപ്പൊ പല കുട്ടികൾക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ ഒരു സേഫ് ആയിട്ടുള്ള കരിയറാണ് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്യുക. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഷംനയുടെ ഒക്കെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇതുപോലെ താല്പര്യമുള്ള കുട്ടികൾക്കും ധാരാളം അവസരങ്ങൾ ഇപ്പൊ നമ്മൾ എന്താ പറയാ നമ്മുടെ പഠനം മുഴുവൻ ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോവാണ്. അപ്പൊ അതിന് പകരം ഇതുപോലെയുള്ള ഫീൽഡൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ കുറെ കൂടി രസകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കരിയറും ലൈഫും ഒക്കെ. അതെ, ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ബാക്കിയുള്ള ഒരു ഫീൽഡ് പോലെയല്ല ഇത്. സാച്ചുറേറ്റ് ആയിട്ട് നമ്മൾ ഈ 4 ചുമരുകളിൽ ഇരുന്നിട്ട് ചെയ്യുന്നതെന്നല്ല ഇത്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ കുറേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ലൈഫിലും വരുത്താൻ പറ്റും. പ്ലസ് ഇത് നമ്മുടെ ഒരു കരിയർ കൂടെയാണ്. നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് എല്ലാത്തിനും വേണ്ടി, എൻവയോൺമെന്റിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനും പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. അതുകൂടെ തന്നെ നമുക്ക് നല്ലൊരു കരിയറും കൂടെ ഇതിലുണ്ടാവും. സോ ഒന്നിൽ മാത്രം ഒതുങ്ങാതെ നമുക്ക് ബാക്കിയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിൽ ഒക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ് അത്.
ഓക്കെ, അപ്പൊ നന്ദി പറയുന്നു. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഷംനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കൺക്ലൂഡ് ചെയ്യാൻ തോന്നും. If there are any future kids sessions, could I be joining them and learn? അത് നമുക്ക് ചെയ്യാം. അതായത് പാർട്ടിസിപ്പൻസ് ആണ് ഡിമാൻഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ വെബിനാർ ഷോല ഫോറസ്റ്റിനെ കുറിച്ചായിരുന്നു, ചോലവനങ്ങളെ കുറിച്ചായിരുന്നു. അത് ചെയ്തത് നമ്മുടെ നവ്യ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടാണ്. ആള് ഇതുപോലെ ഒരു റിസർച്ച് ചെയ്യുന്നതാണ് ഈ വിഷയങ്ങളിൽ. അപ്പൊ അതുപോലെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് കൺസർവേഷൻ റെസ്റ്റോറേഷനായിട്ട് ബന്ധപ്പെട്ട വെബിനാറുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതോടൊപ്പം ഈ സെഷൻസ് കഴിയുന്നത്ര എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ ടെക്നിക്കൽ ആവാതെ, പക്ഷെ ടെക്നിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കിത് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞാല്, ഇത് പങ്കെടുക്കുന്നവരാണ് പറയേണ്ടത്. ഇത് ഒന്നിൽ കൂടുതൽ സെഷൻസ് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇപ്പൊ വരുന്ന ഈ ക്ലാസ് എടുക്കുന്നവർ അല്ലെങ്കിൽ സ്പീക്കേഴ്സ് എല്ലാം ഒരു ക്ലാസ്സിന് മാത്രമായിട്ടല്ല അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവര് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അതും അവരുടെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും ഇത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ പലരും ചിലപ്പോ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളവര് പലരും നല്ല അറിവുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും അടുത്ത ഏതെങ്കിലും ഒരു സെഷനൊക്കെ എടുക്കാവുന്നതാണ്. Okay, that's great. അപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. എല്ലാവർക്കും നന്ദി, ഓക്കെ സർ, നമസ്കാരം. എനിക്ക് സാറിന്റെ അടുത്ത് ഒരു താങ്ക്സ് പറയാനുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിലിങ്ങനെ ഒരു ഒരു ലൈക്ക് നാട്ടിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെബിനാർ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെ നോളജ് മറ്റുള്ളവരിൽ പാസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സാറാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരു വെബിനാറിന് വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, Thank you. Hello, ma'am. ഹായ്. മാമിനോട് എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും മാംഗ്രൂവ്സിനെ കുറിച്ചും അല്ലാത്ത പ്ലാന്റ്സിനെ കുറിച്ചും നമുക്ക് ഇത്രയും വലിയ അറിവ് തന്നതിന് മാമിന് വളരെയധികം താങ്ക്സ്. നമ്മുടെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം അത് പെട്ടെന്ന് മറുപടി നൽകുകയും ചെയ്തു. എന്ത് താങ്ക്സ് മാം. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ സെക്ഷൻ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഉറപ്പായിട്ടും ചെയ്യാം. മനോജ് സാറിന്റെ കൂടെ ചേർന്ന് നമുക്ക് ഇനിയും സെഷൻസ് ഉണ്ടാക്കാം. നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ മാം. സോ താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഹലോ മനോജ് സാർ, ഞാൻ Hi. MMHSലെ സീനത്ത് ടീച്ചറാണ്. പറയൂ. സാറേ, ഇനി ഒരു വെബിനാറിലെ നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു ഏതെങ്കിലും എക്സ്പേർട്ടിനെ കൊണ്ടൊരു വെബിനാർ ഇതിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലൊക്കെ അത് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ചെയ്യാം. നമ്മള് റീവൈൽഡ് എന്നുള്ള പേരിൽ ഒരു ചെറിയ നഴ്സറിയും ഒരു ഫാം സ്കൂളും തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മള് പേഴ്സണലി പറഞ്ഞാ പോരെ മക്കളെ. അത് 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ അവിടെ ചെയ്തിരുന്നു. 2 ദിവസമായിട്ട്. അത് നമ്മുടെ ഒരു ഫ്രണ്ട് ശിവാനിയാണ് അത് ചെയ്തത്. അപ്പോ നമുക്ക് ഇനിയും വേണമെങ്കിൽ വെബിനാറും സംഘടിപ്പിക്കാം. അതോടൊപ്പം നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ടും രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആയിരുന്നു ആ വർക്ക്ഷോപ്പ്. അപ്പൊ അതുപോലെ നമുക്ക് ഇനിയും കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഈ മഴ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സെപ്റ്റംബറിലോ നവംബറിലോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സെഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ സാർ. അപ്പോ നമുക്ക് ഇനി ചോദ്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, ഷംനയ്ക്ക് നന്ദി. അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ബൈ. Thank you.